കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ സൗത്ത് ബ്ലോക്കിന്റെ സാംസ്കാരിക സമിതി സംഘടിപ്പിക്കുന്ന പി ഭാസ്കരൻ അനുസ്മരണ പ്രഭാഷണവും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയുടെ 80ാം വാർഷിക അതിനെ സംബന്ധിച്ചൊരു ചർച്ചയുമാണ് നമ്മൾ പൊതുവായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ യൂണിറ്റിന്റെ ഭാരവാഹികളോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷ ഗ്രേസ് ടീച്ചറോട് ഞാൻ ചോദിച്ചു, ടീച്ചർ ഫാദർ വടക്കൻ സ്ഥാപിച്ച ഒരു സ്കൂളിന്റെ പ്രഥമ അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. 1999 റിട്ടയർ ചെയ്യുന്നത്. 25 വർഷമായി വളരെ ഊർജത്തോടു കൂടി തന്നെ ഊർജസ്വലയായി നിലനിൽക്കുന്നുണ്ട്. ടീച്ചർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ, ടീച്ചറിനെ ഞങ്ങളെന്ന് പറയുമ്പോൾ പെൻഷന്റെ ആൾക്കാരാണ്. ഒരു പ്രായമായി എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ പ്രായം എന്ന് പറഞ്ഞാൽ ഏജ് ഈസ് സോൺലി എ നമ്പർ. ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി എന്ന നാടകത്തില് മേഘനാഥനോട്, ഇന്ദ്രജിത്തിനോട് രാവണൻ പറയുന്നൊരു സംഭാഷണമുണ്ട്. ആ ഒരു യുവത്വത്തിന്റെ എടുത്തുചാട്ടത്തെ പറ്റി പറയുന്നൊരു കാര്യം, പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ദേവേന്ദ്രനെ ബന്ധിച്ച് ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ പ്രായം ഒരു തടസ്സമല്ല, പക്ഷെ തലയിൽ നരവീഴാൻ കാലം അനുവദിക്കുക തന്നെ വേണം. അപ്പൊ കാലം അനുവദിച്ചു തന്ന അനുഭവങ്ങളുടെ ഒരു വലിയ സാമ്രാജ്യത്തിൽ ഒരുപാട് കാലം വിരാജിച്ച ആൾക്കാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഗുരുജനങ്ങള്. അവരുടെ മുമ്പില് ഇത്തരമൊരു വലിയ വിഷയത്തെ പറ്റി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാഹസമാണ്. കാരണം വളരെ വർഷങ്ങളോളം അധ്യാപന രംഗത്തും സർവീസ് രംഗത്തും ഒക്കെ ഇരുന്ന PRK സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കുറെ അധികം പുസ്തകങ്ങൾ, നോവല്, ചെറുകഥ, യാത്രാ വിവരണം, ഹിമാലയം വരെ പോയിട്ട് വന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും അനുഭവങ്ങളുടെ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപതികളായിട്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാം. അത്തരമൊരു സദസ്സിന് മുമ്പില്, ആൾക്കാർക്ക് മുമ്പില് ഒരു കാര്യം പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു തന്നെ വേണം അത് പറയാനായിട്ട്. അപ്പൊ ആദ്യമേ എന്നെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താനാണ് പറഞ്ഞത്. എൻ്റെ പേര് വിനോദ്. ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. ഇംഗ്ലീഷാണ് വിഷയം. സ്വദേശം കൊല്ലം. ഇപ്പൊ ഇവിടെ തൃശ്ശൂർ ചേറൂരിൽ താമസിക്കും. ഇത്രയേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. യോഗത്തിന്റെ അധ്യക്ഷ ഗ്രേസ് ടീച്ചർ, സ്വാഗതം ആശംസിച്ച ശ്രീ PR കൃഷ്ണൻകുട്ടി, പ്രിയപ്പെട്ട PRK, ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ മുൻ കോർപ്പറേഷൻ മേയർ കൂടിയായ ശ്രീമതി അജിത ജയരാജൻ, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ ജോസ് കോട്ടപ്പറമ്പിൽ, VG ധർമ്മരാജൻ, KR മോഹനൻ മാസ്റ്റർ, TB സുനിൽകുമാർ, KR ഡേവിസ്, ശ്രീ K വേണുഗോപാലൻ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, ഭാസ്കരൻ മാഷെ പറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ അധ്യക്ഷ പ്രസംഗത്തിൽ മാഡം സൂചിപ്പിച്ചു. സമഗ്രമായ ഒരു ചിത്രീകരണമാണ് നൽകിയത്. പുല്ലുറ്റുപാടത്ത് ഭാസ്കരൻ 1924 ഏപ്രിൽ 21 കൊടുങ്ങല്ലൂരിൽ ജനിക്കുന്നു. 2007 ഫെബ്രുവരി 25 അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ചാണ് അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ പറ്റി മാഡം വളരെ ഹൃദയസ്പർശിയായിട്ട് തന്നെ ആ ഒരു കാര്യം അവതരിപ്പിച്ചു. അദ്ദേഹത്തെ കാണാനായിട്ട് S ജാനകി വരുന്ന ഒരു രംഗമാണ്. മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ച മനുഷ്യൻ വാർദ്ധക്യത്തില് മറവി രോഗത്തിലേക്ക് താൻ ആരാണെന്നോ എന്താണെന്നോ അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലേക്ക് കിടക്കുമ്പോൾ ജാനകി അമ്മ അടുത്ത് വന്നിരുന്ന് അദ്ദേഹം എഴുതിയ പാട്ടുകളൊക്കെ പാടും.
അതിൽ ഇന്നിവിടെ നമ്മൾ സ്വാഗത ഗാനമായിട്ട് പ്രാർത്ഥനാ ഗാനമായിട്ട് പാടിയ ഗാനമൊക്കെ ഉണ്ട്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മെഴുതുറന്നു മഞ്ഞണിപ്പൂനിലാവ്. അങ്ങനെ ജാനകി അമ്മ പാടി നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ധാരാളം ഗാനങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ പാട്ടുകൾ കേട്ടപ്പോൾ കിടന്നിരുന്ന ഭാസ്കരൻ മാഷ് അവിടെ എഴുന്നേറ്റിരിക്കുകയും പാട്ടെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്, ആരാണ് ഇത്രയും മനോഹരമായിട്ടുള്ള പാട്ടുകൾ എഴുതിയതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഹൃദയം തകർന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. ജാനകി അമ്മ പിൽക്കാലം ഓർക്കുന്നുണ്ട്. ജാനകി അമ്മയുടെ കൈകൾ പിടിച്ച് ഇങ്ങനെ പതുക്കെ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, ഇടയ്ക്കിടെ വന്ന് നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, ഇടയ്ക്കിടെ വന്ന് എനിക്ക് ഇത്തരം പാട്ടുകളൊക്കെ ഒന്ന് പാടിത്തന്നാൽ വളരെയധികം സന്തോഷകരമാകും എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ആ ഒരു പ്രജ്ഞ, ആ ഒരു ബുദ്ധി, ആ ഒരു ഓർമ്മ, അതൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയും കൂടി ഭാസ്കരൻ മാഷുടെ അവസ്ഥ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. ലോകം മുഴുവൻ സുഖം പകരാനായിട്ട് സ്നേഹദീപത്തോട് മിഴുതുറക്കാൻ ആവശ്യപ്പെട്ട ഭാസ്കരൻ മാഷ് അവസാന കാലങ്ങളിലേക്ക് അത്രയധികം സുഖകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നില്ല. അത് ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, അതവിടെ നിൽക്കട്ടെ. ഭാസ്കരൻ മാഷെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സകലകല വല്ലഭനായിരുന്നു എന്നറിയാം. അദ്ദേഹം കവിയായിരുന്നു, ഗാനരചയിതാവായിരുന്നു, സംവിധായകനായിരുന്നു, നടനായിരുന്നു, പത്രാധിപരായിരുന്നു, പത്രപ്രവർത്തകരായിരുന്നു. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ ചാനൽ, മലയാളത്തിൽ ആദ്യത്തെ സ്വകാര്യ ചാനൽ തുടങ്ങിയ വ്യക്തിയായിരുന്നു. അങ്ങനെ ദൃശ്യ മാധ്യമ രംഗത്തും അച്ചടി മാധ്യമ രംഗത്തും ചലച്ചിത്രം എന്ന് പറയുന്ന ആ ഒരു വലിയ സ്വപ്ന ലോകത്തും ഒക്കെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അസാമാന്യ കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു പുല്ലൂറ്റുപാടത്ത് ഭാസ്കര മേനോൻ എന്ന് പറയുന്ന, നമ്മളൊക്കെ അറിയുന്ന പി ഭാസ്കരൻ, നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്കരൻ മാഷ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോ ഒരിക്കലും തീരാത്തൊരു വസന്തത്തിന്റെ മധുരഗാനം ഒരു മുല്ലപ്പൂ മട്ടിൽ ഒതുക്കിയ ഒരു കവിയാണ്. കാവ്യരചനയുടെ ഏകാന്ത വീഥികളിൽ, കേരളത്തിന്റെ നാട്ടിടവഴികളിലൊക്കെ കവിതയുടെ നറുനിലാവ് പൊഴിച്ച ഒരു വ്യക്തിയായിരുന്നു ഭാസ്കരൻ മാഷ്. എഴുത്തിന്റെ മഹാവിപുലങ്ങളിൽ വഴിയറിയാതെ പലരും ഉടറി നടക്കുമ്പോഴും അവിടെയൊക്കെ ഒരു മഞ്ഞുണി പൂനിലാവ് വിടർത്തിയ മനോഹരമായ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും നമുക്ക് നൽകിയ വ്യക്തിയായിരുന്നു ഭാസ്കരൻ മാഷ്. കവിതയിലും ഗാനത്തിലും ഒരുപോലെ തിളങ്ങിയ ഒരു കാവ്യനക്ഷത്രമായിരുന്നു പി ഭാസ്കരൻ മാഷ്. മലയാളിയുടെ പുലർകാല സുന്ദര സ്വപ്നങ്ങളിൽ ഒരു പൂമ്പാറ്റയായിട്ട് പറന്നു നടന്ന കവിതയുടെ പരാഗരേണുക്കൾ എല്ലായിടവും വിതറിയ അസാമാന്യ കാവ്യഭാവനയുള്ള ഒരു വ്യക്തിയായിരുന്നു ഭാസ്കരൻ മാഷ്. അപ്പൊ നമുക്കറിയാം, ചങ്ങമ്പുഴയാണ് മലയാളിയുടെ കാവ്യ സംസ്കാരത്തെ നിർവചിച്ചു പോകുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. ചങ്ങമ്പുഴയുടെ സ്വാധീനത്തിൽ നിന്ന് വിമുക്തരാകാൻ പിൽക്കാലം വന്ന ആൾക്കാർക്കൊന്നും അത്ര പെട്ടെന്ന് കഴിഞ്ഞിരുന്നില്ല. കാരണം ചങ്ങമ്പുഴ എന്ന് പറയുന്നത് എല്ലാവരും മലയാളം സംസാരിക്കുന്ന ആൾക്കാരൊക്കെ നനഞ്ഞൊരു വലിയ മഴയായിരുന്നു, അല്ലെങ്കിൽ അറിഞ്ഞ ഒരു വലിയ നിലാവായിരുന്നു. ആ ഒരു സ്വാധീനത്തിൽ നിന്നും രക്ഷപ്പെടാൻ മലയാളം സംസാരിക്കുന്ന ആർക്കും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ചങ്ങമ്പുഴയ്ക്ക് ശേഷം മലയാളം കണ്ട ഏറ്റവും മികച്ച കവി എന്ന് വേണമെങ്കിൽ ഭാസ്കരൻ മാഷെ പറ്റി പറയാം. ഭാസ്കരൻ മാഷുടെ ചലച്ചിത്ര ഗാനത്തിന്റെ അതിപ്രശസ്തിയിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പല കവിതകളും നമ്മൾ മറന്നുപോയി എന്നുള്ളത് ഒരു വലിയ വാസ്തവമാണ്. അത്തരം ചില ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഒരു പ്രഭാഷണത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രകൃതിയും പ്രണയവും വിപ്ലവവും എല്ലാം ഭാസ്കരൻ മാഷുടെ ഗാനങ്ങളിലും അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ഗാനങ്ങളിൽ, അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാം. ഒരു വ്യക്തി ഒരു കവിയായിട്ട് മാറുമ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്ന ആ ഒരു പ്രദേശം വളരെയധികം സ്വാധീനിക്കാറുണ്ട്. എം ടി വാസുദേവൻ നായരെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ കൂടലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം അദ്ദേഹത്തിന് ധാരാളം കഥകൾ നൽകിയ ഒരു പ്രദേശമാണ്. അതുപോലെ പഴയ കൊച്ചി രാജ്യത്തിലെ പ്രാചീനതയുടെയും ഐതിഹ്യങ്ങളുടെയും വിശ്വാസ പാരമ്പര്യത്തിന്റെയും നാട്ടുകഥകളുടെയും ഒക്കെ ഒരുപാട് ചരിത്രമുറങ്ങുന്ന, നാടൻ പാരമ്പര്യമുറങ്ങുന്ന ഒരു മണ്ണാണ് കൊടുങ്ങല്ലൂരിന്റെ. ഭൂമിശാസ്ത്രപരമായിട്ട് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് കൊടുങ്ങല്ലൂർ. ആ കടലോരത്ത് നിന്ന് അദ്ദേഹം നോക്കുമ്പോൾ കാണാവുന്ന ആ വിശാലമായ ഒരു കടല് ആ കവി മനസ്സിന്റെ ചക്രവാളങ്ങളെ ഒക്കെ വലിയ വികാസം പ്രാപിക്കാൻ അദ്ദേഹത്തിന് പര്യാപ്തമായിട്ടുള്ള ഒന്നായിരുന്നു. അത് മാത്രമായിരുന്നില്ല, ഒരു സങ്കര സംസ്കാരത്തിന്റെ ഭൂമിയെ കൂടിയായിരുന്നു കൊടുങ്ങല്ലൂർ. ഇസ്രയേലിൽ നിന്നുള്ള ജൂതന്മാരും സിറിയയിൽ നിന്നുള്ള ക്രിസ്ത്യാനികളും ഒക്കെ വന്നടിഞ്ഞ
ആദ്യകാല കേരളത്തിന്റെ മണ്ണായിരുന്നു കൊടുങ്ങല്ലൂർ. ജൂതന്മാരുടെ ആ ഒരു പെർസിക്യൂഷൻ ഓഫ് ജൂസ് നൂറ്റാണ്ടുകളോളം, ശതാബ്ദങ്ങളോളം, സഹസ്രാബ്ദങ്ങളോളം അവരനുഭവിച്ച വേദനകൾക്ക് ഒടുവിൽ അവരെ ഒരു കാലത്തും വേട്ടയാടാതിരുന്നൊരു മണ്ണെന്ന് പറയുമ്പോൾ മലയാളത്തിന്റെ മണ്ണാണ്. കൊടുങ്ങല്ലൂരിന്റെ ഈ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെ പറ്റി നമ്മുടെ പ്രസിദ്ധ ചരിത്രകാരനായിരുന്ന MGS നാരായണൻ പറയുന്ന അതിമനോഹരമായ ഒരു വാചകമുണ്ട്. കായലും കടലും കാവും കുളവും കണ്ണകിയും ഇളങ്കോവടികളും ഉറഞ്ഞുതുള്ളുന്ന കോമരങ്ങളും ഉഗ്രമൂർത്തികളും സിദ്ധന്മാരും ചേരമാൻ പെരുമാളും സർഗപരാക്രമികളായിട്ടുള്ള കവികളും നിറഞ്ഞ നിഗൂഢതകളുടെ ഒരു പ്രതിഭാ ദ്വീപായിട്ടാണ് കൊടുങ്ങല്ലൂരിനെ MGS നാരായണൻ വിലയിരുത്തുന്നത്. കേരളത്തിൽ മറ്റേത് പ്രദേശത്തുള്ളതിനേക്കാളും പ്രദീപ്തമായൊരു സാംസ്കാരിക പാരമ്പര്യം, ഒരു ചരിത്ര പാരമ്പര്യമുള്ള സ്ഥലമായിരുന്നു കൊടുങ്ങല്ലൂർ. പല മതവിഭാഗങ്ങള് വളരെ സൗഹാർദ്ദത്തോടെ പാർത്തിരുന്നൊരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. 14 ഭാഷകൾ, ഒരു വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു കൊടുങ്ങല്ലൂർ. 14 ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ ഒരേ സമയം ഇടകലർന്ന് ജീവിച്ചിരുന്ന വൈവിധ്യങ്ങളുടെ ശ്രുതിമധുരമായ ഒരു സങ്കലനം, ആ ഒരു ഹാർമോണിയസ് വേ ഓഫ് ലിവിങ് നമുക്ക് നൽകിയ ഒരു പ്രദേശമായിരുന്നു കൊടുങ്ങല്ലൂർ. അത് മാത്രമല്ല, കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രമുണ്ട്. തിന്മയെ സംഹരിച്ച് നന്മയുടെ കിടാവിളക്കായിട്ട് കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം അവിടെയുണ്ട്. കേരളത്തിലെ പല കാവുകൾക്കും കൊടുങ്ങല്ലൂരുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂരിനെ കാവുകളുടെ കാവ് എന്ന് പറയുന്നുണ്ട്. അതൊരു നാട്ടുപാരമ്പര്യത്തിന്റെ ഒരു മനോഹര ഒരു വാമൊഴി ചന്തം കൂടി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം ആരാധനാലയമായിട്ട് വിശ്വസിക്കപ്പെടുന്ന ചേരമാൻ പെരുമാളിന്റെ ജുമാ മസ്ജിദും കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ ഇതൊക്കെ ഭാസ്കരൻ മാഷുടെ സാംസ്കാരികമായിട്ടുള്ള ഒരു പാരമ്പര്യം, അദ്ദേഹത്തിന്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു മൂലധനത്തിന്റെ അടിത്തറയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊടുങ്ങല്ലൂരുടെ പ്രമുഖമായിട്ടുള്ള ഒരു സമ്പന്നമായ ഒരു തറവാട്, ഒരു നായർ തറവാടാണ് നന്ദിയേലത്ത്. അന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം. ഇപ്പോൾ പോലും നമ്മൾ മുക്തമാകാത്ത ജാതി വ്യവസ്ഥതയുടെയൊക്കെ തീക്ഷ്ണമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പല അവസ്ഥാന്തരങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ദൈനംദിന ജീവിതത്തിൽ. അപ്പോൾ അക്കാലം എത്രമാത്രം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കണം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും അന്നത്തെ സമകാല ഫ്യൂഡൽ വ്യവസ്ഥിതിയോ ജാതി വ്യവസ്ഥിതിയോ ഒന്നും വലിയാതെ സ്വാധീനം ചെയ്യപ്പെടാനാവാത്ത, അതിനെ ഒന്നും വകവെക്കാത്ത ഒരു കുടുംബമായിരുന്നു നന്ദിയേലത്ത്. ജന്മികുടിയാൻ ബന്ധങ്ങള്, മരുമക്കത്തെ സമ്പ്രദായങ്ങള്, ഇതൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അതിനെയൊക്കെ അതിവർത്തിച്ചുകൊണ്ട് പോകുന്നൊരു തറവാടായിരുന്നു ഭാസ്കരൻ മാഷുടെ തറവാടായ നന്ദിയേലത്ത് തറവാട്. നന്ദിയേലത്ത് പത്മനാഭ മേനോന്റെ മകനായിട്ടാണ് പി ഭാസ്കരൻ ജനിക്കുന്നത്. അത് മാത്രമല്ല, അന്ന് എന്ന് പറയുമ്പോൾ കേരളം ഒരുപാട് സമരങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒന്നാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു രീതി ഒരു മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ട്. മറുഭാഗത്ത് കേരളീയമായിട്ടുള്ള ചില നവോത്ഥാന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ അതിശക്തമായിട്ട് നടക്കുകയാണ്. ആ സമയത്ത് കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നുണ്ട്. ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ സത്യാഗ്രഹികളെയൊക്കെ സ്വന്തം വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് അവരോടൊപ്പം പന്തിഭോജനം നടത്തിയ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു പാരമ്പര്യവും ഭാസ്കരന്റെ അച്ഛനായിട്ടുള്ള നന്ദിയേലത്ത് പത്മനാഭ മേനോനുണ്ട്. അപ്പൊ അങ്ങനെ വ്യക്തികളുടെ ചരിത്രം നാടിന്റെ ചരിത്രവുമായിട്ടൊരു നാളബന്ധം സ്ഥാപിച്ച ഒരു വലിയ പാരമ്പര്യമുണ്ട്. ഒരു മാർക്സിയൻ കോൺസെപ്റ്റ് ആണ് നമുക്കറിയാം ഈ ഒരു ബേസ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അടിത്തറ മേൽപ്പുര എന്ന്. അപ്പൊ യാഥാസ്ഥിതികത്തിന്റെ അടിത്തറയിലായിരുന്നു അന്നത്തെ കേരളത്തിന്റെ സംസ്കാരം കുറെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ തലമുറ കെട്ടിപ്പൊക്കിയ ആ ഒരു മേൽപ്പുരയില് പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാടിന്റെ ഒരുപാട് ദീപനാളങ്ങൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ സാധുജന പരിപാലന യോഗവും ദേശീയ സ്വാതന്ത്ര്യ സമരവും കവിതയും ഒക്കെ ആയിട്ട് നടക്കുമ്പോഴും ജീവിക്കാൻ മറന്നുപോയ ഒരു വ്യക്തിയായിട്ടാണ് ഭാസ്കരൻ മാഷുടെ അച്ഛൻ നന്ദിയേലത്ത് പത്മനാഭ മേനോനെ പറ്റി ആൾക്കാർ പറയുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ വീട് രാഷ്ട്രീയക്കാരുടെയും കവികളുടെയും സാഹിത്യകാരന്മാരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഒക്കെ ഒരു സമ്മേളന വേദിയായിരുന്നു. അപ്പൊ അവിടെ സ്ഥിരം എത്തിയിരുന്ന വ്യക്തികള് വള്ളത്തോൾ നാരായണ മേനോൻ, നാലപ്പാടൻ, അതുപോലെ കോയിൽപ്പള്ളി പരമേശ്വരക്കുറുപ്പ്, പൊന്നറ ശ്രീധർ, മലയാള കാലത്തെ വലിയ നോവലിസ്റ്റ് ആയിട്ടുള്ള പി കേശവദേവ്, അംശി നാരായണപിള്ള, കൂനേടത്ത് പരമേശ്വര മേനോൻ, ദീപം പത്രാധിപര് തോമസ് പോൾ,
അപ്പൊ അന്ന് അവിടെ വരുമ്പോൾ മഹാകവി വള്ളത്തോളിന്റെ മുമ്പിൽ താൻ എഴുതിയ ചില കവിതകൾ പി ഭാസ്കരൻ കാണിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, കവിതയൊക്കെ വായിച്ചിട്ട് മഞ്ചരി വൃത്തത്തിൽ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് മഹാകവി ഭാസ്കരൻ മാഷ്ക്ക് ഒരു ഉപദേശം കൊടുക്കേണ്ടതായിട്ടും പിൽക്കാലത്ത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വളരെ ചെറിയ കാലത്തിൽ തന്നെ മഹാകവി വള്ളത്തോളിനെ പോലെയുള്ള ആൾക്കാരിൽ നിന്ന് ഒക്കെ കവിത എഴുതുന്നതിൽ വലിയ പ്രചോദനം കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു ഭാസ്കരൻ മാഷ്. അത് മാത്രമല്ല, പിന്നീട് അവിടുത്തെ വലിയ മുസ്ലിം പ്രമാണികളും നേതാക്കന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളുമായിരുന്ന മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ്, AK കുഞ്ഞു മൊയ്തീൻ, KM ഇബ്രാഹിം എന്നീ നേതാക്കളും നന്ദിവലത്ത് പത്മനാഭ മേനോൻ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹം ഒരു വലിയ കവിയായിരുന്നു. ഒരു പ്രേമത്തിന്റെ പരിണാമം, ദിവ്യനാദം, മഹാത്മാഗാന്ധി, പ്രഭാതചിന്ത തുടങ്ങിയ ഗൗരവ നിറഞ്ഞ കവിതകൾ എഴുതുന്നു. അതോടൊപ്പം കൊടുങ്ങല്ലൂർ കളരിയിലെ ഒരു അംഗം കൂടിയായിരുന്നു പത്മനാഭ മേനോൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ നമ്പുരാനുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ കവികളെയൊക്കെ പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും സസ്യങ്ങളായിട്ടും ഒക്കെ ചേർത്തിട്ടൊരു കവിതാ രീതി നിലവിലുണ്ടായിരുന്നു. ഇപ്പൊ നന്ദിവലത്ത് പത്മനാഭ മേനോന്റെ കവി പക്ഷിമാല എന്നുള്ള ഒരു കൃതി വളരെ പ്രസിദ്ധമായിരുന്നു. ഇതൊക്കെയാണ് ഭാസ്കരൻ മാഷയുടെ ഒരു കുടുംബപരമായിട്ടുള്ള സാംസ്കാരിക പശ്ചാത്തലം. നേരത്തെ നമ്മൾ സാമൂഹികപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം കൂടി പറഞ്ഞു. അങ്ങനെ വ്യക്തി, കുടുംബം എന്നീ രീതികളിൽ ഒരു വ്യക്തിയെ, ഒരു കവിയെ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ ഒക്കെ രൂപപ്പെടുത്തിയതിന്റെ ഒരു പശ്ചാത്തലമാണ് ഇതുവരെ പറഞ്ഞത്. കൊടുങ്ങല്ലൂർ, കേരളത്തിന്റെ പ്രകൃതി വളരെ മനോഹരമാണ്. അതിനെപ്പറ്റിയൊക്കെ ഭാസ്കരൻ മാഷ് പിൽക്കാലത്ത് എഴുതുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് വരാം. ഇപ്പൊ കൊടുങ്ങല്ലൂരിന്റെ അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളിലേക്ക് കണ്ണു നട്ടിരുന്ന ഒരു ചെറുപ്പകാലം ഭാസ്കരൻ മാഷ് ഓർക്കുന്നുണ്ട്. അവിടെ തോണികൾ ധാരാളമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ തോണികളിൽ ചെറിയ ദീപങ്ങളൊക്കെ ഉണ്ട്. ആ ദീപങ്ങളും കണ്ട് മനസ്സിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ കവിത വിരിയുന്ന ആ ഒരു സാഹചര്യം ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു കവിതാവാസന ഉണ്ടായിരുന്നു. പാട്ടിനോടുള്ള ഒരു ആഭിമുഖ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. ധാരാളം കവിതകൾ എഴുതിയെന്ന് മാത്രമല്ല, മാതൃഭൂമി പോലെയുള്ള അന്നത്തെ എണ്ണം പറഞ്ഞ സാഹിത്യ മാസികയിൽ അദ്ദേഹം കവിത പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അക്കാലത്ത് എഴുതിയ ഒരു മനോഹരമായ കവിതയാണ് വെണ്ണിലാവോളം എന്നൊരു കവിതയൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട് അക്കാലത്ത്. ഭാസ്കരൻ മാഷയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു സാഹിത്യ രൂപത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. അക്കാലത്ത് നാടകം കാണാൻ പോയപ്പോൾ നാടകം എഴുതണമെന്ന് ആഗ്രഹമുണ്ടായി. പിന്നീട് ഒരു നാടക നടൻ ആകണം എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് താല്പര്യമായി. മഹാകവികളുടെ വരികളൊക്കെ കാണാതെ പഠിച്ചിരുന്നുണ്ട്. പിന്നീട് ഒരു നാടക രൂപത്തിലേക്ക് അദ്ദേഹം മാറ്റുന്നുണ്ട്. അപ്പൊ സ്വയം ഒരു നടനായിട്ട് അദ്ദേഹം തന്നെ പരിവർത്തിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. പി ഭാസ്കരൻ മാഷ് എന്ന അഭിനേതാവിനെ നീലക്കുയിലെ പോസ്റ്റ്മാനൊക്കെ അവതരിപ്പിച്ച ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട് പിൽക്കാലത്ത്. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും താനൊരു കൃതിയിലേക്കോ ഒരു സാംസ്കാരിക രൂപത്തിലേക്കോ ഒരു കലാരൂപത്തിലേക്കോ പോവുക മാത്രമല്ല, കലാരൂപത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള പ്രയത്നം കൂടി ചെയ്തിരുന്നു. ആഗ്രഹം മാത്രമായിരുന്നില്ല, ആഗ്രഹത്തെ സാക്ഷാത്കരിക്കാനുള്ള പ്രയത്നം കൂടി ഭാസ്കരൻ മാഷിന് ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു. സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അപ്പൊ അന്നത്തെ കാലത്ത് സ്കൂളുകളിലൊക്കെ സാഹിത്യ സമാജം വളരെയധികം സജീവമായി നിന്നിരുന്നൊരു കാലഘട്ടമാണ്. ഭാസ്കരൻ മാഷ് 10ാം ക്ലാസ്സിൽ സ്കൂളിലെ സാഹിത്യ സമാജത്തിന്റെ സെക്രട്ടറി ആകുന്നു. ഊർജ്ജസ്വലനായുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഊർജ്ജസ്വലൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്തൊരു വ്യക്തി കൂടിയാണ്. ജോസഫ് മുണ്ടശ്ശേരി എന്ന അക്കാലത്ത് തൃശ്ശൂരിലെ ഏറ്റവും വലിയ സാഹിത്യകാരനെ കൊടുങ്ങല്ലൂരിലാണ് തൃശ്ശൂർ വന്ന് ജോസഫ് മുണ്ടശ്ശേരി മാഷെ കാണുകയും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരികയും കൊടുങ്ങല്ലൂർ ഹൈസ്കൂളിൽ അദ്ദേഹത്തെ കൊണ്ട് സാഹിത്യ സമാജം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ചെയ്തൊരു പാരമ്പര്യം കൂടി ഭാസ്കരൻ മാഷ്ക്കുണ്ട്. അതോടൊപ്പം സമൂഹത്തിലെ അനാചാരങ്ങളെ, അനീതികളെയൊക്കെ എതിർക്കാനുള്ളൊരു വാസനയും ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനെപ്പറ്റി പറയുമ്പോൾ ഒരു സംഭവം നമ്മൾ ഓർക്കുന്നത്, ജാതി വ്യവസ്ഥ വളരെ മനോഹരമായിട്ട് നടന്നിരുന്ന, മനോഹരം എന്ന് ഞാൻ പറഞ്ഞത് കോട്ട് ആണ്, ഒരു വലിയ കലാരൂപമായിട്ട് ആഘോഷിച്ചു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അവിടെ തൈവാലത്തെന്നൊരു കുടുംബമുണ്ട്. അതൊരു ഈഴവ കുടുംബമാണ്. വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബമാണ്, സമ്പത്തുള്ള ഒരു കുടുംബമാണ്, സാംസ്കാരികമായിട്ട് അധികം ഉന്നമനം നേടിയ ഒരു കുടുംബമാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയായിരുന്നു ശ്രീ
TK നീലകണ്ഠദാസ് എന്ന വ്യക്തി. അദ്ദേഹം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെയും കൂനെഴുത്ത് പരമേശ്വര മേനോന്റെയും ഒക്കെ നേതൃത്വത്തില് ശിക്ഷണത്തില് സംസ്കൃതവും മലയാളവും പഠിച്ചു, പരീക്ഷകൾ ജയിച്ചു. പക്ഷെ അക്കാലം അവർക്ക് ജോലി കിട്ടുക, സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയൊരു പ്രയാസമേറിയൊരു കാലമായിരുന്നു. അന്ന് കൊച്ചിയില് പട്ടയദാറാണ്, നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം കൊച്ചിയിൽ സ്ഥലം 10 സെന്റ് സ്ഥലമാക്കുകയും നികുതി അടയ്ക്കുകയും അങ്ങനെയാണ് സർക്കാർ സർവീസിലേക്ക് കയറുന്നത്. CR കേശവൻ വൈദ്യരുമായിട്ടൊക്കെയുള്ള വലിയ ബന്ധമുണ്ട്. അദ്ദേഹം അധ്യാപകൻ എന്ന രീതി മാത്രമായിരുന്നില്ല, ഒരു വലിയ ആയുർവേദ പണ്ഡിതൻ എന്ന രീതിയിലും പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു. ഈ നീലകണ്ഠദാസ് കൊടുങ്ങല്ലൂർ ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ജാതി കോമരങ്ങൾ, സവർണ ആൾക്കാര് അവര് അദ്ദേഹത്തെ ജോലിയിൽ കയറാൻ സമ്മതിച്ചിരുന്നില്ല. അവരവിടെ വലിയ ബഹളമാണ്, ചെണ്ടകുത്തും കൂക്കിവിളിയുമൊക്കെ. കാര്യം ഒരു ഈഴവൻ അങ്ങനെ ഒരു ഹൈസ്കൂളില് ഹെഡ് മാസ്റ്റർ ആകണ്ട എന്നുള്ള ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അവർ വന്നത്. പക്ഷെ പി ഭാസ്കരൻ എന്ന് പറയുന്ന യുവാവിന്, ആ ഒരു ചെറുപ്പക്കാരൻ, വിദ്യാർത്ഥിക്ക് ഈ ഒരു അനീതിയെ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ സമപ്രായക്കാരായ സമാന ചിന്താഗതിയുള്ള ചെറുപ്പക്കാര്, അത് പിൽക്കാലത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ ശ്രീ KN രാജൻ, പിന്നീട് MLA ആയ PK അബ്ദുൽ ഖാദർ, പിന്നീട് MLA ഡെപ്യൂട്ടി സ്പീക്കറുമായ ശ്രീ PK ഗോപാലകൃഷ്ണൻ, എഴുത്തുകാരനായ VT ഇന്ദുചൂടൻ, ഇവരുടെയൊക്കെ നേതൃത്വത്തില് അവിടെ വന്ന സവർണ പ്രമാണികളുമായിട്ട് ഒരു വലിയ സംഘർഷം തന്നെ ഉണ്ടാവുകയും അവസാനം അവർക്ക് പിന്തിരിഞ്ഞു പോവുകയും വന്നു. അപ്പൊ അങ്ങനെ സ്കൂൾ ഫൈനൽ കാലഘട്ടത്തിലൊക്കെ ഈ പറയുന്നത് പോലെ ഒരു വ്യക്തിജീവിതം മാത്രമല്ല, ഒരു സാമൂഹിക ജീവിതം കൂടി പി ഭാസ്കരൻ നടത്തുന്നു. സ്കൂൾ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജിൽ വിദ്യാഭ്യാസത്തിനായിട്ട് ചേരുന്നുണ്ട്. സ്കൂൾ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തെ ഒക്കെ കുറെ കൂടി വലിയൊരു രീതിയിലേക്ക് മാറ്റാനായിട്ട് കോളേജ് കാലഘട്ടം അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ കോളേജ് ചെല്ലുമ്പോഴത്തേക്കും അദ്ദേഹം അവിടെ കവിയായിട്ട് അറിയപ്പെടുന്നുണ്ട്, പ്രഭാഷകനായിട്ട് അറിയപ്പെടുന്നുണ്ട്, നടനായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഈ അവസരത്തിലാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിലേക്ക് മാറുന്നത്. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ അദ്ദേഹം അംഗമാകുകയും തന്ന 2ാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നൊരു കാലമാണ്, പട്ടിണിയുടെയും വറുതിയുടെയും കാലഘട്ടമാണ്. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പ്രവേശനം ലഭിക്കാതെ ധാരാളം ആൾക്കാർ അതിന്റെ അരികവൽക്കരിക്കപ്പെട്ട പ്രാന്ത പ്രദേശങ്ങളിലേക്ക് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സാഹചര്യത്തിലാണ് പി ഭാസ്കരൻ മാഷുടെ കോളേജ് ജീവിതം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സമയമാണ് കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ആ കോളേജ് കാലഘട്ടത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിലേക്ക് ആകൃഷ്ടനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചത് ജോർജ് ചടയൻമുറി എന്ന് പറയുന്ന എക്കാലത്തെയും വലിയൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ജോർജ് ചടയൻമുറിയെ പറ്റി നിങ്ങളിൽ പലർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു. ചടയൻമുറിയെ പറ്റിയൊക്കെ അദ്ദേഹം പിന്നീട് കവിത എഴുതിയിട്ടുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ടും വിപ്ലവബോധം നിറഞ്ഞ ആ ഒരു ഭാസ്കരന്റെ മനസ്സ് കൂടുതലായിട്ട് അദ്ദേഹം സാമൂഹിക പ്രസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങാൻ പര്യാപ്തമായി. അക്കാലത്ത് കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി വിദ്യാർത്ഥി പ്രതിനിധിയായിട്ട് പോയി അഖിലേന്ത്യാ വിദ്യാർത്ഥി കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പി ഭാസ്കരൻ. അങ്ങനെ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ഗാന്ധിജിയോടും ദേശീയ പ്രസ്ഥാനത്തോടും ഒക്കെ ഒരു വലിയ സ്നേഹം ഭാസ്കരൻ മാഷ്ക്കുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനോട് ഭാസ്കരൻ മാഷ്ക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തെ അനുകൂലിച്ച് അദ്ദേഹം ധാരാളം പ്രസംഗങ്ങൾ ചെയ്തു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 9 മാസം വിയൂർ ജയിലിൽ തടവനുഭവിക്കുകയും ചെയ്തു. അക്കാലത്ത് അദ്ദേഹത്തിന്റെ സഹതടവുകാരായിട്ടുള്ള ആൾക്കാർ പിൽക്കാലം കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച വ്യക്തികളായി K. കരുണാകരൻ, C. അച്യുതമേനോൻ, ചുവര പരമേശ്വരൻ, VR കൃഷ്ണനെഴുത്തച്ഛൻ, ഇക്കണ്ട വാര്യർ തുടങ്ങിയിട്ടുള്ള വ്യക്തികൾ. ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം തൊഴിലാളി പ്രസ്ഥാനത്തിലാണ് കൂടുതൽ അദ്ദേഹത്തിന്റെ സമയം ചെലവഴിച്ചത്. 1940കളിൽ മധ്യ കേരളത്തിലും ഉത്തര കേരളത്തിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദികളിൽ പാടിയ പാട്ടുകളേറെ എഴുതിയതും പി ഭാസ്കരനായിരുന്നു. കാലത്ത് രസകരമായൊരു സംഭവം അദ്ദേഹം ഓർമ്മിക്കുന്നത് പാലിയം സത്യാഗ്രഹത്തിന്റെ സമയമാണ്. പാലിയം സത്യാഗ്രഹത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് പാലിയത്തേക്ക് പോകാനായിട്ട് സമരജാഥ അംഗങ്ങളെല്ലാം തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരു ഗാനം ആവശ്യമുണ്ട്, സമരഗാനം ആവശ്യമാണ്. അതിന് സംഘാടകർ പി ഭാസ്കരനെ ചെന്ന് കണ്ട് അദ്ദേഹം ഒരു സമരഗാനം എഴുതി അത് ട്യൂൺ ചെയ്ത് അത് പാടി അവർക്ക് പാടി പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവര് ആ പാട്ട് പാടി പാലിയം സത്യാഗ്രഹത്തിലേക്ക് പോകുന്നു.
ഭാസ്കരൻ നേരെ വീട്ടിലേക്ക് വരുന്നു. വൈകുന്നേരം വീട്ടിൽ പോലീസുകാർ എന്താണ് അത് യമാൻ വിളിക്കുന്നുണ്ട്. കാര്യമൊക്കെ അവിടെ ചെല്ലുമ്പോൾ പറയാം. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലൊരു സമര ഗാനം എഴുതി കൊടുത്തിട്ടുണ്ടോ? SI പരിചയക്കാരനായതുകൊണ്ട് മാത്രം കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം തടിയൂരിപ്പോയി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ സ്കൂളിൽ കോളേജിലും സമൂഹത്തിലും ഒക്കെ ഒരു വിപ്ലവകാരിയായിട്ട് സമൂഹത്തിലെ അനാചാരങ്ങളെ മാറ്റണം എന്ന് പറഞ്ഞതുകൊണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതവുമായിട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ചില ഗാനങ്ങൾ. പദമുറച്ചു നാം പാടി പാടി പോവുക, പാരിൽ ഐക്യ കേരളത്തിന് കാഹളം മുഴക്കുവാൻ. ഓർക്കണം, അന്ന് കേരളമൊന്നും രൂപപ്പെട്ടിട്ടില്ല. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന് പറഞ്ഞ 3 കഷ്ണമായിട്ട് കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഐക്യ കേരളത്തിന്റെ കാഹളം മുഴങ്ങിയിരുന്നു. കാരണം ഇന്നല്ലെങ്കിൽ നാളെ കേരളം ഒന്നാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതാണ് കടന്നു കാണുന്നവനാണ് കവി എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു കവിത്വത്തിന്റെ പ്രവാചക ശേഷി കൊണ്ടായിരിക്കാം പി ഭാസ്കരൻ മാഷ് അങ്ങനെ എഴുതിയത്. അദ്ദേഹത്തിന്റെ ഈ പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിൽ ഐക്യ കേരളത്തിന്റെ കാഹളം മുഴക്കുവാൻ എന്നുള്ളത് അക്കാലത്തെ പ്രസിദ്ധമായൊരു സ്വാതന്ത്ര്യ സമരഗാനമായിരുന്നു. അംശി നാരായണപിള്ളയുടെ വരിക വരിക സഹജരെ സഹന സമയ സമരമായെന്നുള്ളൊരു ഗാനവും ബോധേശ്വരന്റെ ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി എന്നുള്ള ഗാനങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകാം. അക്കാലത്ത് എഴുതിയതെല്ലാം ഒരുവിധം തീവ്ര കവിതകളാണ് എന്ന് ഭാസ്കരൻ മാഷ് ഓർമ്മിക്കുന്നുണ്ട്. സോഷ്യലിസവും കമ്മ്യൂണിസവും ഇഷ്ട വിഷയങ്ങളാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്നുള്ള ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അദ്ദേഹത്തിന്റെ കാവ്യജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിനെ തുടർന്നാണ് അദ്ദേഹം പിന്നീട് കാവ്യാംശമുള്ള അദ്ദേഹത്തിന്റെ കവിതകളിലേക്ക് തിരിയുന്നത്. 1946 അദ്ദേഹം പ്രസിദ്ധീകരിച്ച പോരാളി എന്നൊരു കവിതയുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത്, സമരോത്സകനായി അടരാടാൻ ഇറങ്ങുന്ന ഒരു ചോരത്തിളപ്പുള്ള എന്റെ യുദ്ധ പ്രഖ്യാപനമാണ് കവിത. പോരാട്ട ഗാനങ്ങളിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നുണ്ട് ഈ ഒരു കവിത. വില്ലാളിയാണ് ഞാൻ, ജീവിത സൗന്ദര്യ വല്ലകി നീട്ടലല്ല എന്റെ ലക്ഷ്യം. കാണാമൻ കൈകളിൽ പാവനാദർശത്തിന്റെ ഞാണാൽ നിബന്ധിച്ച ഭാവനയെ, ജീവചൈതന്യ ആയുധശാലയിൽ രാഗമിണുക്കിയ ചിന്തകളെ. എന്നാലും എന്നാവനാഴിയിൽ നിന്ന് ഞാൻ എടുത്ത് എയ്യുന്നു ശത്രുവിന്റെ മാർത്തടത്തിൽ. ഇപ്പൊ കവി വില്ലാളി തന്നെയാണെന്ന്, അവന്റെ ധർമ്മം അല്ലെങ്കിൽ കർമ്മം എന്ന് പറയുന്നത് ശത്രുവിനെ നിഗ്രഹിക്കുക എന്ന് തന്നെയാണ് എന്നും അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. മലയാള ഭാഷയിൽ തന്നെ ഏറ്റവും മികച്ചൊരു വിപ്ലവ കവിത എന്ന് പറയുന്നത് വയലാർ ഗർജിക്കുന്നു എന്ന കവിതയാണ്. അദ്ദേഹം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തില്, വിപ്ലവ ചരിത്രത്തിൽ ഒരിക്കലും ഒളിമങ്ങാത്ത ഒരു കവിതയാണ് വയലാർ ഗർജിക്കുന്നു എന്നുള്ളത്. അത് എഴുതിയത് പി ഭാസ്കരൻ മാഷാണ്. ഉയരും ഞാൻ, നാടാകെ ഉയരും ഞാൻ, വീണ്ടും അങ്ങ് ഉയരും ഞാൻ, വയലാർ അലറിയിടും. മാത്രമല്ല, ഉയരും ഞാൻ, നാടാകെ പടരും ഞാൻ, ഞാനൊരു പുത്തൻ ഉയർ നാടിനേകിക്കൊണ്ട് വീണ്ടും ഉയരും. കാലത്തിന്റെ ചരിത്രരേഖയിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഹൃദയരക്തം കൊണ്ട് കുറിച്ചുവെച്ച വരികളാണ്. സർ CP യുടെ പോലീസിനെ പേടിച്ച് സ്വന്തം പേരിലല്ല, രവി എന്ന പേരിലാണ് അദ്ദേഹം ഈ ഒരു കവിത എഴുതുന്നത്. സ്വന്തം പേരിലൊക്കെ എന്ന കവിത എഴുതുക, അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ കവിതയും പിന്നീട് അദ്ദേഹത്തിന് ചില വിപ്ലവ കവിതകളൊക്കെ വന്ന കൃതികളും അത് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണങ്ങളും ഒക്കെ പിൽക്കാലം CP രാമസ്വാമി അവർ കണ്ടുകിട്ടുന്നുണ്ട്. വയലാർ ഗർജിക്കുന്നു എന്ന വിപ്ലവ കവിതയ്ക്ക് ശേഷം പിന്നീട് ഭാസ്കരൻ മാഷയുടെ പ്രധാനപ്പെട്ട മറ്റൊരു കവിത എന്ന് പറയുന്നത് ഓർക്കുക വല്ലപ്പോഴും എന്നൊരു കവിതയാണ്. പലക്കാലത്തെയും മഹത്തായ ഒരു പ്രണയ കവിതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭാസ്കരന്റെ സമയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഭാസ്കരൻ മാഷയുടെ 1-2 കവിതകളെ പറ്റി സൂചിപ്പിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ പറഞ്ഞ ജോർജ് ചടയമുറി എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പറ്റി പറഞ്ഞു. എറണാകുളം മഹാരാജാസ് കോളേജിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് കോളേജ് ക്ലാസ്സുകളില് പാട്ടും കളിയും ലഹളയും പ്രണയവും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് ജോർജ് ചടയമുറി എന്ന് പറയുന്ന
ആ ഒരു മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ, ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരൻ ഭാസ്കരൻ മാഷോട് അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഇരുന്നാൽ മതിയോ? മണ്ണിൽ പോരാടുന്നവരുടെ കൂടെ അവരുടെ ജീവിതം അതിന് സഹായകരമാകുന്ന എന്തെങ്കിലും ചെയ്യുവാൻ എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ജോർജ് ചടയൻമുറിയാണ് അദ്ദേഹത്തെ വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. പി ഭാസ്കരൻ എപ്പോഴും ഇഷ്ടമുണ്ടായിരുന്ന, വളരെ ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ജോർജ് ചടയൻമുറി. ഇപ്പൊ മനോഹരമായൊരു തൂലികാ ചിത്രം ചടയൻമുറിയെ പറ്റി പറയുന്നുണ്ട്. ചെറുപ്പകാലത്ത് എന്നോട് വഴികളിൽ മുന്നിൽ നടന്നൊരു ചടയൻ, വിട്ടുവീഴ്ചകളിൽ വിശ്വസിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ജോർജ് ചടയൻമുറി. അടിമത്തത്തിന് ചങ്ങല വെട്ടിപ്പിടിക്കാനും നാട്ടിൽ പുതിയൊരു മനുജനെ സൃഷ്ടിക്കാനും ചടയൻമുറിയുടെ കൂടെ ഭാസ്കരൻ മാഷ് ഇറങ്ങുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, കവിതയും കഥയും ജീവിതവും ഒക്കെ ആയിട്ട്, കവിതയും കഥയും സ്വാതന്ത്ര്യ സമരവും ഒക്കെ ആയിട്ട് ജീവിക്കാൻ മറന്നുപോയ ഒരു വ്യക്തിയാണ് ഭാസ്കരൻ മാഷയുടെ പിതാവ്. അതിനാൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടു കൂടിയാണ് വീട്ടുകാർ അദ്ദേഹത്തെ കോളേജിലേക്ക് അയക്കുന്നത്. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഭാസ്കരൻ മാഷ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലേക്ക് സ്വന്തം ജീവനം സമർപ്പിക്കുന്നത്. അങ്ങനെ കവി വിപ്ലവത്തിലേക്ക് ഇറങ്ങി, വീട് വിട്ടു, നാട് വിട്ടു. വിശപ്പ് പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ട് മാറുന്നുണ്ട്. ചെരുപ്പ് വാങ്ങാൻ പൈസ ഇല്ലാതെ പൊള്ളി നടക്കുന്ന പാദങ്ങളുമായിട്ട് ഒരുപാട് സമരയാത്രകൾ അദ്ദേഹം നടക്കുന്നു. ഉറങ്ങാനൊരു പായില്ലാതെ ലോക്കപ്പിൽ കിടക്കുന്നു. അന്നത്തെ ചടയൻമുറിമാർക്ക് തങ്ങൾ നടന്ന ഒരു വഴിയെപ്പറ്റി, അല്ലെങ്കിൽ തങ്ങൾ ലക്ഷ്യമാക്കുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഉദാത്ത മാനവികതയെപ്പറ്റി യാതൊരു സംശയമുള്ള ആൾക്കാരായിരുന്നില്ല. അന്നത്തെ ഇരുൾ വഴികളിലും അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ ഇടയിലും ഒക്കെ ഒരു നിഖില സമുജ്വല സമൂഹമുണരും, വിപ്ലവത്തിന്റെ സൗഗന്ധിക സുമവാടം അതുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആൾക്കാരായിരുന്നു ഇവരൊക്കെ. പിന്നീട് കാലം മാറി, കോലം മാറി. ഭാസ്കരൻ മാഷുടെയും ചടയൻമുറിമാരുടെയും ഒക്കെ കൂടെ നിന്ന ആൾക്കാരുടെ കോലം വല്ലാതെ മാറി, കണ്ടാൽ തിരിച്ചറിയാനാവാത്ത വിധം മാറി. കാറിൽ ചാരിയിരുന്ന് ഗമിക്കും എന്നുടെ മുമ്പിൽ ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നുണ്ട് ചടയൻമുറിമാർ കൈവണ്ടി വലിക്കുന്ന കാഴ്ച. ഇത് പിൽക്കാലം NV കൃഷ്ണവാര്യർ ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിതയിൽ ഇതിന്റെ മറ്റൊരു വേർഷൻ പറയുന്നു. വയലാർ ഗർജിക്കുന്നു എന്ന ഒരു വിപ്ലവ ഗീതം എഴുതിയെങ്കിലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില സമീപനങ്ങളെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അധികാര രാഷ്ട്രീയത്തോടുള്ള അതിൻ്റെ ആ ഒരു സമന്വയത്തിലേക്കുള്ളൊരു പാത ഒരു പഴയ വിപ്ലവകാരിയായിട്ടുള്ള ചെങ്കാളിയപ്പൻ എന്ന് പറയുന്നൊരു വിപ്ലവത്തിന്റെ ആദ്യ പ്രതിരൂപമായിട്ടുള്ള ഒരു വ്യക്തിയെ ആസ്പദമായിക്കൊണ്ട് ചെങ്കാളിയപ്പൻ എന്നൊരു മനോഹരമായിട്ടുള്ള കവിത എഴുതുന്നുണ്ട് ഭാസ്കരൻ മാഷ്. പണ്ടെന്റെ സ്വപ്നത്തിന് പങ്കാളിയായ സഹചരനായ ചെങ്കാളിയപ്പൻ ഇന്നെവിടെ? 35 ആണ്ട് മുമ്പ് മലനാട്ടിൽ മുണ്ടു നെയ്യുന്നൊരു മില്ലിന്റെ മുമ്പിൽ കണ്ടു ഞാൻ കയ്യിൽ കൊടിയുമായി നീങ്ങുന്ന ചെങ്കാളിയപ്പനെ, ചെന്തി കനലിന് മാറിൽ നിന്ന് ചോര ലാവയായി വീഴുന്ന നീറിപ്പുകയുന്ന ഒരു ആഗ്നേയ ശൈല ശൃംഗത്തെ, വിപ്ലവ നിർജ്ജരീധാരയെ. കാളിയാണ്. കാളി പിന്നീട് ചെങ്കാളിയാകുന്നു, പിന്നീട് ചെങ്കാളി അപ്പനാകും. അപ്പൊ അപ്പൻ എന്നുള്ളത് ഒരു പിതൃരൂപമാണ്, ഒരു ആർക്കിടൈപ്പാണ്, ആദിരൂപമാണ്. അങ്ങനെ വിപ്ലവത്തിന്റെ ആദിരൂപമായിട്ടുള്ള ആ ചെങ്കാളി അപ്പൻ ഇപ്പോൾ എവിടെയാണെന്നാണ് കവി ചോദിക്കുന്നത്. പണ്ട് നാട്ടുരാജാവിന്റെ വേട്ടമൃഗങ്ങൾക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന് വ്യാഘ്ര നഖങ്ങളേറ്റ് ചോര വാർന്നൊലിച്ചൊരു ചെങ്കാളിയപ്പനെ ഓർക്കുന്നുണ്ടോ കവി? പക്ഷെ ഇന്ന് ആ ചെങ്കാളിയപ്പൻ എവിടെയാണ്? കാളി മരിച്ചോ? കറുത്ത ശരീരത്തെ 6 അടി മണ്ണ് വിഴുങ്ങിയോ? ഇനി പല്ലുപോയി സടകുഴഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ മദ്യപിച്ച് കിടന്നുറങ്ങുകയാണോ? ഇനി അതുമല്ലെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് MLA ആയി തിരുവനന്തപുരത്ത് ഏതെങ്കിലും സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയാണോ? MP ആയിപ്പോയി പാർലമെന്റിൽ അദ്ദേഹം അവിടെ ബഹളം വെക്കുകയാണോ? അല്ലെങ്കിൽ ഗർഭിണികൾ സഞ്ചരിക്കും ബസ്സിന് കല്ലെറിഞ്ഞ് ഹർത്താൽ നടത്തുകയാണോ? അങ്ങനെ പല രീതിയിലേക്ക് ഈ ചെങ്കാളിയപ്പനെ അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. തന്നെ എവിടെയും ചെങ്കാളിയപ്പനെ കണ്ടുമുട്ടുന്നില്ല. മന്ത്രികൾ മാറുമ്പോൾ തന്ത്രങ്ങൾ മാറിയ യന്ത്രത്തിന്റെ അംശമായി മാറിയൊന്നും കൂടി സംശയിക്കുന്നുണ്ട്. ഒടുവിൽ കവി അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്: തന്റെ ചെങ്കാളിയപ്പന് മോചനമില്ല. ഭൂമിയിൽ മനുഷ്യൻ നടത്തുന്ന പരസ്പര ചൂഷണത്തിന്റെ ചതുരംഗ കളത്തിൽ രാജാവും റാണിയും ആനയും കുതിരയും തേരുമൊക്കെയുമായി
അവർ ആക്രമിക്കാൻ വരുമ്പോൾ അതിന് പ്രതിരോധം തീർക്കുന്ന ഒരു കാലാൽ പടയായിട്ട് ചെങ്കാളിയപ്പൻ ഇങ്ങനെ ഓരോ ജന്മത്തിലും രൂപം കൊള്ളുന്നു. അങ്ങനെ ചെങ്കാളിയപ്പൻ ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ളൊരു വലിയ സത്യത്തിലാണ് പി ഭാസ്കരൻ ആ കവിത അവസാനിപ്പിക്കുന്നത്. എം ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ സത്രത്തിലൊരു രാത്രി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതുമ്പോൾ പി ഭാസ്കരനെ വിശേഷിപ്പിക്കുന്നത് പുതിയ തലമുറയുടെ മഹാകവി എന്നാണ്. എം ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് പ്രായത്തെ നോക്കിയല്ല, ആ കവിതയുടെ നിലവാരം നോക്കിയാണ്, കവിതയുടെ ആഴം നോക്കിയാണ് ഞാനിങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതെന്ന് പറയുന്നുണ്ട്. എം ഗോവിന്ദനെ പോലെയുള്ള കേരളം കണ്ട ഏറ്റവും വലിയൊരു തിഷണാശാലി പി ഭാസ്കരൻ എന്ന കവിക്ക് മഹാകവി പട്ടം നൽകുമ്പോൾ കവിയുടെ പ്രായം 26 വയസ്സായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. 50കളുടെ തുടക്കത്തിലാണ് പി ഭാസ്കരൻ പ്രണയ കവിതകളിലേക്ക് വരുന്നത്. പ്രണയം എല്ലാവരുടെയും, അതിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. നമ്മൾ ബാല്യകാല സഖിയെ പറ്റി പറയുമ്പോൾ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. പ്രണയം മനുഷ്യന്റെ ഏറ്റവും മൗലികവും ഉദാത്തവുമായ ഒരു വികാരമാണ്. മനുഷ്യ മനസ്സുമായിട്ടും നമ്മുടെ ജീവിതവുമായിട്ടും ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വികാരവും പ്രണയം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രണയകവിതകൾ എഴുതുമ്പോൾ വിപ്ലവകാരി പ്രണയകവിത എഴുതുന്നു എന്ന് പാർട്ടി നേതാക്കന്മാരിൽ നിന്നൊരു വിമർശനം വരുന്നുണ്ട്. പിന്നീട് ചലച്ചിത്രഗാന രചയിതാകുമ്പോൾ വിമർശനം പിന്നെയും കൂടുന്നുണ്ട്, പിന്നീട് നടനാകുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ഒരു ചെറിയ വേർതിരിവ് സംഭവിക്കുന്നുണ്ട്. 48-ലും തൃശ്ശൂരിൽ വെച്ചാണ് പുരോഗമന കലാ സാഹിത്യത്തിന്റെ സമ്മേളനം നടക്കുന്നത്. അവിടെയാണ് മുണ്ടശ്ശേരി മാസ്റ്ററുടെ രൂപഭദ്രതാവാദമൊക്കെ വരുന്നത്. 49-ൽ കൊല്ലത്ത് വെച്ച് നടക്കുന്ന അടുത്ത സമ്മേളനം. ഈ സമ്മേളനത്തിലൊക്കെ ഭാസ്കരൻ മാഷ് അദ്ദേഹത്തിന്റെ സാഹിത്യത്തെ പറ്റിയുള്ള, കവിതയെ പറ്റിയൊക്കെയുള്ള തന്റെ ആശയങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടല്ല നിങ്ങളൊരു കൃതിയെ മനസ്സിലാക്കേണ്ടത്. പ്രത്യയശാസ്ത്രത്തിന്റെ മേലങ്കി അല്ലെങ്കിൽ അതിന്റെ കണ്ണടയിലൂടെ നോക്കി മാത്രം ഒരു കൃതിയെ വിലയിരുത്തുന്ന ആ ഒരു സംഘടനാപരമായിട്ടുള്ള രീതി, രാഷ്ട്രീയപരമായിട്ടുള്ള രീതി അവസാനിപ്പിക്കും. EMS-ഉമായിട്ടൊക്കെ വളരെ സജീവമായ രീതിയിൽ അദ്ദേഹം സാഹിത്യ ചർച്ച നടത്തുന്നുണ്ട്. അതിനെ തുടർന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല. പുതുക്കിയില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നതുമില്ല. അദ്ദേഹത്തിന്റെ ഓർക്കുക വല്ലപ്പോഴും എന്നുള്ള ഏറ്റവും വലിയൊരു പ്രണയ കവിതയുണ്ട്. ഹൃദയവും വികാരങ്ങൾ നിറയുന്ന ഒരു ഹൃദയവും നിറഞ്ഞു തുളുമ്പുന്ന 2 കണ്ണുകളും, ആ കണ്ണുകളിൽ നിന്ന് നന്മയുടെ പ്രകാശവും, ഇതാണ് ആ ഓർക്കുക വല്ലപ്പോഴും എന്നുള്ളത്. പ്രണയ നൈരാശ്യത്തിന്റെ ഒരു വിഷാദ മാനിഫെസ്റ്റോ ആയിട്ടാണ് ആ ഒരു കവിത പറയുന്നത്. അതിലെ വരികളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ യൗവന കാലഘട്ടത്തില് സ്കൂളിലെ കോളേജിലേക്ക് ഓട്ടോഗ്രാഫില് പലരും എഴുതിയിരുന്ന വരികളും ആയിരിക്കാം. 1000 വികാരങ്ങൾ, 1000 സങ്കല്പങ്ങൾ, 1000 വ്യാമോഹങ്ങൾ, ഇവയിൽ മുങ്ങിത്തപ്പി പണ്ടത്തെ കളിത്തോഴൻ കാഴ്ചവെക്കുന്ന മുന്നിൽ 2 വാക്കുകൾ മാത്രം, ഓർക്കുക വല്ലപ്പോഴും. ഓർക്കുക വല്ലപ്പോഴെന്ന് മാത്രമേ കാമുകന് പറയാൻ പറ്റുന്നുള്ളൂ. കാര്യം, കാമുകി ഒരിക്കൽ ഹൃദയം നിറഞ്ഞ് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് ഒരു ദോഷം സംഭവിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത കാമുകന്മാരായിരുന്നു. കാലത്തെ പോലെ ഒരു പ്രണയം നിഷേധിച്ചു കഴിഞ്ഞാൽ ആസിഡ് ഒഴിക്കുകയോ അല്ലെങ്കിൽ പെട്രോൾ ഒഴിക്കുകയോ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയോ കൊത്തി നുറുക്കുകയോ ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നില്ല. തന്റെ കാമുകിക്കെന്നും നല്ലത് വരട്ടെ, യാത്രയാക്കുന്നു സഖി നിന്നെ ഞാൻ, മൗനത്തിൽ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാൽ, കരയാൻ ഉഴറിയിടും കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് വരനോടൊപ്പം നീയാ വണ്ടിയിൽ ഇരിക്കുമ്പോൾ, വാക്കിന് വിലപിടിപ്പേറുന്ന സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെ മറ്റെന്താണ് ഞാൻ നിന്നോട് പറയുക എന്നു. അപ്പോൾ തന്റെ കാമുകിക്ക് മനോഹരമായിട്ടുള്ള ഒരു യാത്രാമംഗളം നേരുകയാണ്. ഏതാണ്ട് ഈ ഒരു കവിതയിലെ ആ ഒരു സന്ദർഭം ഓർത്തപ്പോൾ എനിക്ക് ഓർമ്മ വന്ന മറ്റൊരു രംഗം, ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയില് ഏതാണ്ട് ഇതേ ആശയം ഉൾക്കൊള്ളുന്ന ഒരു രംഗവും. നമുക്കറിയാം, വടക്കൻ വീരഗാഥ സിനിമയില് ഉണ്ണിയാർച്ചയും ചന്തുവും അവരുടെ ചെറുപ്പനാളിലെ കെട്ടുകല്യാണമൊക്കെ കഴിഞ്ഞതാണ്. പക്ഷെ പിന്നീട് പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോൾ വേറെ വിവാഹത്തിലേക്ക് ആറ്റുമണമേൽ കുഞ്ഞിരാമന്റെ വധുവായിട്ട് ഉണ്ണിയാർച്ച പോകുന്നുണ്ട്. ഉണ്ണിയാർച്ചയും സംഘവും അങ്ങനെ പോകുന്ന ആ ഒരു രംഗം, ആ രംഗം
ചന്തു കാണുന്നുണ്ട്. ചന്തു കാണുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാചകം എം ടി വാസുദേവൻ നായർ മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു കവിത പോലെ എഴുതുന്നുണ്ട്. പക മാറിയിരുന്നു മനസ്സിൽ, ഇല്ലെന്ന് പറയുന്നതാവും സത്യം. എന്റെ മോഹം, എന്റെ സ്വപ്നം, എന്റെ സിരകളിൽ ഞരമ്പുകളിൽ 13-ാം വയസ്സ് മുതൽ പടർന്നു കയറി ഉന്മാദം, അവളെയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. നിർത്തി അദ്ദേഹം പിന്നെയും ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, മച്ചുരൻ ചന്തു അവളെ അർഹിക്കുന്നില്ല, അവൾക്ക് നല്ലത് വരട്ടെ എന്നും. അങ്ങനെ തന്റെ കാമുകയ്ക്ക് എന്നും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാമുകൻ കൂടിയായിരുന്നു ഭാസ്കരൻ മാഷ്. പിന്നീട് അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിട്ട് മാറുന്നുണ്ട്. ദേശാഭിമാനിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് ജയകേരളം മാഗസിനിൽ, ഇതിനിടയിൽ ആകാശവാണി കോഴിക്കോട് നിലത്ത് അദ്ദേഹത്തിന് ജോലി കിട്ടുന്നു. അവിടുത്തെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് ആകാശവാണി കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്, അവിടെ അന്വേഷണത്തിന് ആള് വരുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്. അക്കാലം കമ്മ്യൂണിസ്റ്റുകാർക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. ബുദ്ധിമുട്ടെന്നല്ല, കിട്ടില്ല. ഇപ്പൊ നമുക്ക് പഴയൊരു മലയാറ്റൂർ രാമകൃഷ്ണന്റെ കഥ അറിയാം. പട്ടം താണുള്ള പറഞ്ഞൊരു കഥയുണ്ടല്ലോ. അദ്ദേഹത്തിന് മജിസ്ട്രേറ്റ് പരീക്ഷ 1-ാം റാങ്കായിരുന്നു, പക്ഷെ കിട്ടിയില്ല. 2 മുതൽ 10 വരെ റാങ്കുള്ളവർക്ക് കിട്ടി. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത്, മലയാറ്റൂർ രാമകൃഷ്ണനല്ല, വൈകുണ്ഠ പരമേശ്വരനായാലും ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റിന് ജോലി കൊടുക്കില്ല എന്നാണ് പട്ടം പറഞ്ഞത്. ആ കാലമൊക്കെ മാറി. അങ്ങനെ അദ്ദേഹം ആ ജോലി രാജിവെച്ചിട്ട് പോവുകയാണ്. പിന്നെ അദ്ദേഹത്തിന് 1-2 ചലച്ചിത്ര ഗാനങ്ങളുടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് തോന്നുന്നു. ചലച്ചിത്ര ഗാനം എന്നുള്ളത് നമ്മൾ സാധാരണ വളരെ ലളിതമായിട്ട് പറയുന്ന ഒരു കാര്യമാണെങ്കിലും ഇന്നത്തെ ഒരു അക്കാഡമിക് മണ്ഡലത്തിൽ, ഒരു സാംസ്കാരിക പഠനത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ലോക സിനിമകളും ഇന്ത്യൻ സിനിമകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഗാനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ലോക സിനിമയിൽ കഥ പറഞ്ഞു പോവുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് വരുമ്പോൾ, നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ, മലയാള സിനിമയിലൊക്കെ കഥ പറയുന്നതിനോടൊപ്പം അതിൽ ഗാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമാണ്. ഗാനങ്ങൾക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചില സിനിമകൾ ഉണ്ടാക്കുന്നത് തന്നെ ഗാനങ്ങൾക്ക് വേണ്ടിയായിരിക്കും. മലയാളത്തിൽ ആദ്യത്തെ ശബ്ദചിത്രം ബാലൻ 1938 ബാലൻ എന്ന ശബ്ദചിത്രം പുറത്തു വരുന്നത്. അതില് 23 പാട്ടുകളുണ്ടായിരുന്നു. ആ പാട്ടുകൾ എഴുതിയത് മുതുകുളം രാഘവൻ പിള്ളയാണ്. പിന്നീട് അടുത്ത ശബ്ദചിത്രം ജ്ഞാനാംബിക, അതിൽ 14 ഗാനങ്ങള്. അടുത്ത ചിത്രം നിർമ്മല. അപ്പൊ നിർമ്മല എന്ന ചിത്രത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. അതിലെ പാട്ടുകൾ എഴുതിയത് ശങ്കരക്കുറുപ്പാണ്. അത് ഏറ്റവും വലിയ കവി മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് പാട്ട് എഴുതിയത്. ഈ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, അന്നത്തെ തമിഴ്, ഹിന്ദി ഗാനങ്ങളുടെ ഈണത്തിനൊപ്പിച്ച് കുറിച്ചു വെക്കുന്ന ചില വരികൾ മാത്രമാണ്. മലയാളി ആദ്യം കേട്ടു തുടങ്ങിയ ഈണങ്ങളൊക്കെ മലയാളിയുടെ ഈണങ്ങളായിരുന്നില്ല, അത് തമിഴിന്റെയും തെലുങ്കിന്റെയും ഈണങ്ങളായിരുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ പിതാവ് എന്ന പി ഭാസ്കരനെ വിശേഷിപ്പിച്ചത് യൂസഫ് അലി കേച്ചേരിയാണ്. അങ്ങനെ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ പിതാവായ പി ഭാസ്കരൻ ആദ്യമായിട്ടൊരു മലയാളം പാട്ട് എഴുതുന്നത് ഒരു തമിഴ് ചലച്ചിത്രത്തിന് വേണ്ടിയാണ്. 1948 പുറത്തിറങ്ങിയ അപൂർവ സഹോദരങ്ങൾ എന്നൊരു തമിഴ് ചിത്രത്തിലാണ് ഭാസ്കരൻ മാഷ് ആദ്യമായിട്ട് പാട്ട് എഴുതുന്നത്. ആ പാട്ട് ഒരു മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിലാണ് എഴുതിയത്. അതിലെ ആ ഒരു ഗാനത്തില് 4 ദ്രാവിഡ ഭാഷകളിൽ നിന്നുള്ള വാക്കുകൾ വേണമെന്നതിന്റെ സംവിധായകനായ നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളത്തിലെ വരികൾ എഴുതാനായിട്ട് നടക്കി വീണത് ഭാസ്കരൻ മാഷ്ക്കാണ്. അദ്ദേഹം എഴുതിയ ആ ഒരു വരികള്, കടക്കണ്ണിൻ തലപ്പത്ത് കറങ്ങും വണ്ടേ, കളിച്ചും കൊണ്ട് പറക്കുന്നത് എന്തിനോ വണ്ടേ, പൂതി എഴുന്നൊരു കരിവരി വണ്ടേ, പൂരമിന്ന് വിരിഞ്ഞത് കണ്ടേ. മലയാളത്തില് ഒരു പുതിയ ഭാവുകത്വം നൽകുന്നുണ്ട് പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക്. അദ്ദേഹം എഴുതിയ ഒരു ഗാനം, നവലോകം എന്ന സിനിമയിലേക്ക് വേണ്ടി എഴുതിയ ഒരു ഗാനം, നേരത്തെ നമ്മൾ പറഞ്ഞു ചങ്ങമ്പുഴയുടെ ഒരു പിൻതലമുറക്കാരായിട്ട് വരുന്ന ആൾക്കാരാണ് പി ഭാസ്കരനും വയലാറും ONV ഒക്കെ. അദ്ദേഹം എഴുതിയൊരു ഗാനം, തങ്കക്കിനാക്കൾ ഹൃദയ വീശും വനാന്ത ചന്ദ്രികയാരോ നീ, സങ്കല്പമാകെ പുളകം പൂശും വസന്ത സുമമോ ആരു നീ. തീർച്ചയായിട്ടും ചങ്ങമ്പുഴയുടെ കവിതയുടെ സ്വാധീനം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പാട്ടാണ്.
പിന്നീട് വരുന്നത് ആശാദീപം എന്ന ചിത്രത്തില് മലയാളത്തെ പറ്റി എഴുതിയ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഗാനമുണ്ട്. ജനനി ജയിക്ക നീണാൾ മലയാളമേ എന്നും തവഗാനം ചൊരിയാം എൻ മൺവീണയാൽ മഹിത ജനനി ജയിക്ക നീണാൾ മലയാളം. ഇപ്പം മലയാളത്തെ പറ്റി മാത്രമല്ല, കഥകളിയെ പറ്റിയും തുഞ്ചത്താചാര്യനെ പറ്റിയും കുഞ്ചൻ നമ്പ്യാരെ പറ്റിയും കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരിയെ പറ്റിയും രവിവർമ്മയെ പറ്റിയും സ്വാതിരുനാളിനെ പറ്റിയും ഒക്കെ ഈ ഗാനത്തിൽ അദ്ദേഹം സൂചന നൽകുന്നുണ്ട്. ഒരു ചലച്ചിത്രഗാനം വെറും ഒരു ചലച്ചിത്രഗാനം മാത്രമല്ല എന്ന് ആദ്യകാലം മുതലേ നമുക്ക് മനസ്സിലാക്കി തന്നൊരു വ്യക്തിയായിരുന്നു ഭാസ്കരൻ മാഷ്. ഇവരുടെ കവിതകളെ, ഈ ഒരു ത്രിമൂർത്തികളുടെ വയലാർ, പി ഭാസ്കരൻ, ONV-യുടെ കവിതകളെയൊക്കെ ഒരു മാറ്റൊലി കവിതകൾ എന്നാണ് M കൃഷ്ണൻ നായർ വിശേഷിപ്പിച്ചത്. കാര്യം ചങ്ങമ്പുഴയുടെ സ്വാധീനം അത്ര ഉണ്ടായിരുന്നു. അത് ചങ്ങമ്പുഴ തന്നെ ഇത്തരം ഗാനങ്ങളെ പറ്റി പറയുന്നത്, ഭാഷ പൂത്തും വികാരം തളിർത്തും ഭാവനയ്ക്ക് പുളകം കിളിർത്തും ചോരയിൽ ചേർന്ന് അലിഞ്ഞു പോകും ഗാനധാരകളെ ജയ ജയ നിങ്ങൾ എന്നാണ്. ഭാഷ പൂത്ത് വിടരുകയാണ്. നിങ്ങളൊരു ഗാനത്തിലേക്ക് പോകുമ്പോൾ ഭാഷ പൂത്ത് വിടരുന്നു, വികാരം തളിർത്തുലയുന്നു, ഭാവന പുതിയ പുളകം ചാർത്തുന്നു. ഇവിടെ നിങ്ങളുടെ ചോരയിലേക്ക് ചേർന്ന് അലിഞ്ഞു പോകുന്ന ഈ ഗാനങ്ങൾ ജയിക്കുക എന്നാണ് ചങ്ങമ്പുഴ പറയുന്നത്. ഇപ്പൊ ജീവിതത്തിന്റെ സ്വപ്നചിത്രങ്ങൾ വളരെ സമഗ്രമായിട്ട് അവതരിപ്പിച്ചൊരു കവിയാണ് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ തൊടാത്തൊരു പ്രണയഭാവമില്ല, ചങ്ങമ്പുഴ പറയാത്ത ഒരു സ്വപ്നകാന്തിയുമില്ല. ചങ്ങമ്പുഴയുടെ രണ്ടുവരി കവിതയാണ് ഒരു പക്ഷേ മലയാള ചലച്ചിത്ര ഗാനത്തിലെ പ്രണയഗാനങ്ങളുടെ ഒക്കെ ഒരു ഫോർമാറ്റ് എന്ന് പറയാവുന്നത്. ഇന്നലെ രാത്രിയിൽ ഞാനൊരു പൂവിന്റെ മന്ദസ്വരത്തിൽ കിടന്നുറങ്ങി. ഇപ്പൊ ചങ്ങമ്പുഴയെ പറ്റി പറയുമ്പോ, താൻ സുന്ദരനാണ്, ഇവിടെ ജനിച്ച എല്ലാ സുന്ദരികളായ സ്ത്രീകളും തന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കണമെന്നും ആ പ്രണയത്തിന് താൻ അർഹനാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ചങ്ങമ്പുഴ. ചട്ടമ്പി സ്വാമികൾക്കും നാരായണ ഗുരുവിനും ശേഷമുള്ള ഒരു കേരളീയ ആധുനിക മനുഷ്യൻ ജാതിയെയും സമ്പത്തിനെയും ഒക്കെ അതിവർത്തിച്ചുകൊണ്ടൊരു പുതിയ മനുഷ്യനാകാൻ പോകുന്നതിന്റെ പ്രോദ്ഘാടനമായിട്ട് മലയാളത്തിൽ വന്ന ഒരു ചലച്ചിത്രമാണ് 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന സിനിമ. മണ്ണിൽ ചവിട്ടി നടക്കുന്ന മനുഷ്യരും മണ്ണിന്റെ മക്കൾ പാടുന്ന പാട്ടുകളുമൊക്കെ നീലക്കുയിലാണ്. മലയാള നോവലില് ബാല്യകാല സഖി, രണ്ടിടങ്ങഴി തുടങ്ങിയ നവോത്ഥാനകാല നോവലുകൾ വരുത്തിയ അതേ വിപ്ലവമാണ് മലയാള ചലച്ചിത്രത്തില് നീലക്കുയിൽ എന്ന ചിത്രത്തിലൂടെ പി ഭാസ്കരനും രാമു കാര്യട്ടും നിർവഹിച്ചത്. ഉറൂബിന്റെ കഥയാണത്. നീലക്കുയില് രാമു കാര്യട്ടും പി ഭാസ്കരനും കൂടിയാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. ഭാഷാടിസ്ഥാനത്തിൽ കേരള രൂപപ്പെടുന്നതിന് മുമ്പ് 1954 ഫ്യൂഡലിസവും മാടമ്പിത്തരവും ഒക്കെ അരങ്ങുവാണിരുന്ന മലയാളത്തില് ഒരു പുലയും മനുഷ്യനാണ് എന്നൊരു തിരിച്ചറിവാണ് ഉറൂബ് ഈ ഒരു കൃതിയിലൂടെ പറയുന്നത്. ജാതീയമായിട്ടുള്ള ഒരു ആഭിജാത്യം, രക്തബന്ധം, വിവാഹപൂർവ്വ ലൈംഗികത, ഇതൊക്കെ അക്കാലത്ത് ഒരു കാരണവശാൽ അംഗീകരിക്കപ്പെടാനാവാത്ത വലിയ വലിയ വിഷയങ്ങളായിരുന്നു. ഈ നവോത്ഥാനത്തിന്റെ ഒരു മാനവികതയാണ് നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമ. അത് വെറും ഒരു ചലച്ചിത്രം മാത്രമല്ല, മലയാളിയുടെ മനുഷ്യനാകുന്നതിലുള്ള ഒരു വലിയ കാൽവെപ്പ് കൂടിയാണ് ആ ഒരു സിനിമ. അപ്പോൾ അങ്ങനെ മലയാളിയാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നീലക്കുയിൽ എന്ന് പറയുന്ന ആ ഒരു നവോത്ഥാന സിനിമ, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരുടെ രക്തം ഒരേ നിറമാണെന്ന് പറയുന്ന ആ സിനിമ, അതുകൊണ്ട് ആ സിനിമയിൽ വന്ന ഗാനങ്ങളും തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും. അതുവരെ ഉണ്ടായിരുന്ന കേരളത്തിന്റെ ഒരു ഗാന പാരമ്പര്യം എന്ന് പറയുന്നത് സവർണത, ഇപ്പൊ ക്ഷേത്രകലകൾ എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്കൊന്ന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. നാടൻ പാട്ടുകള്, നാട്ടുപാട്ടുകള്, അത് വയലേലകളിലും തെങ്ങമ്പറമ്പുകളിലൊക്കെയാണ്. ഇവ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു രീതിയിലേക്കാണ് പി ഭാസ്കരൻ മാഷ് അദ്ദേഹത്തിന്റെ കവിതകള്, അദ്ദേഹത്തിന്റെ ഗാനങ്ങള് കൊണ്ടുവരുന്നത്. ആദ്യകാല ഗാനങ്ങളൊക്കെ പുരാണത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഗാനങ്ങളായിരുന്നു. ആ പുരാണത്തിൽ നിന്ന് മാറി മനുഷ്യനെ പ്രമുഖ കഥാപാത്രമാക്കിയിട്ട് വരുന്ന ഗാനങ്ങളാണ് നീലക്കുയിലുള്ളത്. അത് മാത്രമല്ല, മറ്റൊരു വ്യവസ്ഥിതിയിലേക്കൂടെ മാറുന്നു. മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ തകർച്ചയും മക്കത്തായം തുടങ്ങുന്ന അവിടെ വെച്ചാണ്. MDയുടെ നാലുകെട്ട് എന്ന കൃതിയില് സർവ അധികാരം വഹിക്കുന്ന അമ്മാവിന് പകരമായിട്ട് അച്ഛൻ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് വരുന്നു. പകടകളിക്കാരൻ കോന്തുണ്ണി നായരുടെ മകനാണ് താൻ എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് അപ്പുണ്ണി ആ നോവൽ ഉടനീളം പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യവസ്ഥയുടെ തകർച്ചയും പിതൃബന്ധം വളരെ വ്യക്തമായി മാറുകയും ചെയ്യുമ്പോൾ
പിതൃപുത്രി അല്ലെങ്കിൽ പിതൃപുത്രി ബന്ധത്തിന് വളരെ ഒരു പ്രാധാന്യം നൽകുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നം ഒരു വൈകാരികം മാത്രമല്ല, ചരിത്രപരം കൂടിയാണ്. ഒരു റെയിൽവേ പാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു അനാഥ കുഞ്ഞിന്റെ ജാതി ഏതാണ് എന്ന ചോദ്യം മലയാള സിനിമയിൽ ആദ്യമായിട്ട് വരുന്നത് നീലക്കുയിൽ എന്ന സിനിമയിലാണ്. അത് ചരിത്രപരം സാംസ്കാരികപരവും കൂടിയാണ് ആ ഒരു വലിയ തിരിച്ചറിവ്. കസൽപുരം സദാനന്ദൻ സംഭാഷണം എഴുതിയ തിരിച്ചടി എന്നൊരു ചിത്രത്തില് മകൻ അച്ഛനോട് പറയുന്ന ഒരു വലിയ ഡയലോഗ്, ഒരു വലിയ നസീറാണ് മകൻ, അച്ഛൻ കൊട്ടാരക്കര. നസീർ പറയുന്നുണ്ട്, നിങ്ങളൊരു പിതാവായിരിക്കാം, പക്ഷെ ഒരു മനുഷ്യനല്ല, ഒരു പട്ടിക്കും ഒരു പിതാവാകാം എന്ന് പറയുന്നു. അപ്പോൾ ഒരു പിതാവാകണം എന്നതിനേക്കാൾ ഉപരി ഒരു വലിയ മനുഷ്യനാവുക എന്നുള്ളതായിരുന്നു അക്കാലത്തെ കലാകാരന്മാര് മലയാളിക്ക് മുമ്പിൽ വെച്ച ഏറ്റവും വലിയൊരു പ്രത്യയശാസ്ത്രം. അപ്പൊ അങ്ങനെ ഈ ഒരു വലിയ അനുഭൂതി ഭാഷയിലും അനുഭൂതി കൊണ്ടുവരുന്നു, വികാരങ്ങളിലും ആ ഒരു അനുഭൂതി കൊണ്ടുവരുന്നു. ഇത് വലിയ ഇമേജറികളിലൂടെയാണ് കൊണ്ടുവരുന്നത്, ദൃശ്യബിംബങ്ങൾ. അങ്ങനെയാണ് അനുരാഗം കരിക്കിൻ വെള്ളമാകുന്നത്. നാഴൂരി പാലുകൊണ്ട് നാടാകെ കല്യാണവും 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം ഉണ്ടാകുന്നതിന്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം വരെ തന്നെയാണ്. ഇപ്പൊ നീലക്കുയിലെ ഗാനങ്ങള് മലയാള പശ്ചാത്തലമാണ്, മലയാളികൾ ഒരുപാട് പാടി നടന്നൊരു കാര്യമാണ്. നീലക്കുയിലിനെ പറ്റി പറയുമ്പോൾ നീലക്കുയിലെ സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ അന്ന് പാട്ടുപുസ്തകമൊക്കെ ഉണ്ട്. അവര് പാട്ടുപുസ്തകം കൊണ്ടുപോയി മെഴുകുതിരി കത്തിച്ച് ചിരട്ടയിൽ മെഴുകുതിരി കത്തിച്ച് കൈകൊണ്ട് അതിങ്ങനെ അണച്ചു പിടിച്ചുകൊണ്ട് ആ പാട്ടുകൾ രംഗത്ത് വരുമ്പോൾ ആ പാട്ടിനോടൊപ്പം അവരും കൂടെ പാടിയിരുന്നു. അപ്പൊ അങ്ങനെ സിനിമയിൽ രംഗത്ത് കാണുന്ന അതേ കാര്യം സ്വന്തം ജീവിതത്തിലേക്ക് കൂടി അവര് ആവാഹിച്ചു. അപ്പൊ അവിടെ ഈ ഭാഷ ഒരു പ്രധാനമാണ്. ഏത് ഭാഷയിലാണ് ഒരാൾ സംസാരിക്കുക എന്നുള്ളത് അയാളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അതിലെ നായിക നീലി എല്ലാരും ചൊല്ലണ് കല്യാണി നെഞ്ചിലെന്ന്, പക്ഷെ ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കുയിൽ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ എന്ന് പറയും. അത് മാത്രമല്ല, ഒരു നാട്ടിൻപുറത്തുകാർ പിന്നീട് എല്ലാവരും പറയുന്നു ആകപ്പാടെ കാടാണ്, നെഞ്ചിലെന്ന് കാടാണ്, പക്ഷെ ഞാൻ കയറി നോക്കിയപ്പോൾ കാണുന്നത് ഒരു നീലക്കുയിലിന്റെ കൂടാണ്. പിന്നീട് അവരുടെ ഒരു മോഹമുണ്ട്. മാനത്തിന് ചന്ദ്രൻ വിളിക്കുമ്പോഴും പറയുന്നത് അങ്ങനെയാണ്, ഞാനില്ലം എപ്പോട്ട് കല്യാണ ചെക്കനുണ്ട് താഴെ. കല്യാണ ചെക്കനാണ് പ്രാധാന്യം. ഇനി കല്യാണത്തിന് ഒരുങ്ങുന്നതിനോ വലിയ ആർഭാടങ്ങളൊന്നും വേണ്ട. ചെണ്ടൊന്ന് വാങ്ങണം, മുണ്ട് മുറിക്കണം, പിന്നെ കിളിവാലൻ വെറ്റില തിന്നന്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം. ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങാൻ പറ്റിയ ഒരു പര്യാപ്ത കാലഘട്ടമായിരുന്നില്ലെന്ന് അതുകൊണ്ടാണ് ഈ കിളിവാലൻ വെറ്റില. പിന്നീട് ഭാസ്കര മാഷയുടെ ഒരു കവിതയിൽ വരുന്നുണ്ട്, കണ്ണപ്പനുണ്ണി എന്ന ഒരു വടക്കംപാട്ടിലും പഞ്ചവർണ്ണ കിളിവാലൻ തളിർ വെറ്റില തിന്നിട്ടോ തമ്പുരാട്ടി ചുണ്ട് രണ്ടു ചുവന്നല്ലോ എന്നും നസീർ ഷീലയോട് ചോദിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിലെ പാട്ടുകൾ പാടുന്ന വ്യക്തി ജാനമ ഡേവിഡ് എന്ന് പറയുന്ന ഒരു ഗായികയാണ്. ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ദളിത് ഗായിക എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ശബ്ദം അതിനനുയോജ്യമായി. രാഘവൻ മാഷിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു പാട്ടിന് അനുയോജ്യമായ ഒരു ശബ്ദം കണ്ടെത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ജാനമ ഡേവിഡിന്റെ ആ ഒരു ശബ്ദത്തില്, രാഘവൻ മാഷിയുടെ നാടോടി ഈണങ്ങളില് നീലക്കുയിലെ പാട്ടുകൾ നമ്മളെല്ലാവരെയും വല്ലാതെ വശീകരിക്കുന്നു. ഇനി ഈ ചിത്രത്തിലെ ഒരു പാട്ടിനെ പറ്റി 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി എന്ന പാട്ടിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആദ്യത്തെ വരി തന്നെ വളരെയധികം പിന്നീട് വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കായലിലാണോ വലയെറിയേണ്ടുന്നത്, കായലരികത്താണോ വലയെറിയേണ്ടതെന്നുള്ളൊരു ചോദ്യമാണ്. അതിന് ഭാഷ പറഞ്ഞൊരു മറുപടി, കായലിൽ വലയെറിഞ്ഞാൽ മീൻ കിട്ടും, പക്ഷെ വളകിലുക്കുന്ന സുന്ദരിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കായലരികത്ത് തന്നെ വലയെറിയും. അപ്പൊ അങ്ങനെ കായലരികത്ത് വലയെറിഞ്ഞ് വളകിലുക്കിയ സുന്ദരിക്ക് പെണ്ണുകെട്ടിനെ കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. നാടൻ ശീലുകളുടെ ഒരു ഘോഷയാത്രയാണ് ഈ ഒരു കവിത. അത് മാത്രമല്ല, ഒരു പാവപ്പെട്ട വ്യക്തി, ഒരു വല വീശാൻ പോകുന്ന ഒരു മലബാർ മുസ്ലിം, ഒരു പാവപ്പെട്ട വ്യക്തി തനിക്കും പ്രേമിക്കാൻ അവകാശമുണ്ട് എന്ന് ആദ്യമായിട്ട് തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. പ്രണയം എപ്പോഴും 2 വ്യക്തികൾ തമ്മിലുള്ള ഏറ്റവും സ്വകാര്യമായ ഇടപാടാണ് പ്രണയം എന്ന് പറയുന്നത്. മൂന്നാമതൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു. ഇവിടെ അതല്ല, പുള്ളി ഓപ്പണായിട്ട് പറയുകയാണ്. അതിൽ വലിയൊരു ഒരു പ്രഖ്യാപനമാണ്. പാവപ്പെട്ടവനും പ്രണയിക്കാം. ആ പെൺകുട്ടിയോട് ഓപ്പണായിട്ട് ചോദിക്കുകയാണ്. ഒരു മുസ്ലിം പെൺ രൂപം മലയാള ചലച്ചിത്രത്തിന്റെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഘട്ടവും അത് തന്നെയാണ്. അങ്ങനെ ഒരുപാട് പുതുമകൾ ആ ഒരു ഗാനം കൊണ്ടുവന്നിട്ടുണ്ട്. പുതുമകൾ മാത്രമല്ല, കവിയുടെ കാവ്യ പദാവലിയിൽ മലയാള ഗാന ചലച്ചിത്ര രംഗത്തെ
അതിന്റെ രചനാ ശൈലിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ചങ്ങമ്പുഴയുടെ പാരമ്പര്യത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് മൊഴിയുടെ നാട്ടുവഴക്കത്തിന്റെ മൊഞ്ചുള്ള ശീലികൾ ആദ്യമായിട്ട് വരുന്നത് ആ ഒരു ഗാനത്തിലൂടെയാണ്. അറിയാമല്ലോ, നിങ്ങൾക്കറിയാം, കണ്ണിലാന്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം, കൽബിൽ അറിഞ്ഞപ്പോ ഞമ്മൾ ഇന്ന് കയറ് പൊട്ടിയ പമ്പരം. ഞമ്മൾ എന്നൊക്കെയുള്ള നാടൻ ശൈലി വാക്യങ്ങളൊക്കെ ഒരു ഗാനത്തിലേക്ക് വരിക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. കാര്യം അതൊരു നിസ്സഹായതയാണ്. പ്രണയം എപ്പോഴും അങ്ങനെയാണല്ലോ. ആ ഒരു നിസ്സഹായതയിൽ ആരും സഹായിക്കാനില്ലാത്തപ്പോ പുള്ളിക്ക് ദൂത് പോകാൻ ഹംസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നേരിട്ട് പറയുകയാണ്, വമ്പഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വളഞ്ഞുപോയി. ഇത്രയും മനോഹരമായ ഒരു ഉപമ മലയാള കവിതയിൽ നമുക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്ര മനോഹരമായ ഒരു ഉപമയാണത്. ഒടുവില് കാമുകൻ പറയുന്നുണ്ട് തന്നത് ഇനി ഒഴിവാക്കാനാണ് തന്റെ ഭാവമെങ്കിൽ അതും ആയിക്കോളൂ തന്നത്. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാനെന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കുന്നു. അത് മലയാളത്തിലെ ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്, കയ്യിൽ കുത്തുക എന്നുള്ളത്. അപ്പൊ ഞങ്ങളുടെ നാട്ടില് ഈ കയ്യിൽ കുത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആൾക്കാർക്ക് അറിയാൻ പറ്റത്തില്ല. അവിടെ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തവി പൊട്ടുക എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ ഒരു കയ്യിൽ കുത്തുക എന്നുള്ളത്. അപ്പൊ ആശാരിപ്പണിയുടെ ആദ്യ ഭാഗമായിട്ടാണല്ലോ വരുന്നത് തന്നെ തവി കൊട്ടുക എന്നുള്ള ഒരു കാര്യമാണ്. നിഷ്ഫലമായ ഒരു പ്രവർത്തിയെ സൂചിപ്പിക്കാനായിട്ട് പിൽക്കാലം അത് വരുന്നുണ്ട്. പിന്നെ ഹൃദയം പൊള്ളിക്കുന്ന ഒരു ഗാനം കൂടിയുണ്ട്. ലെസ്ലി ആൻഡ്രൂസ് എന്ന ഗായകനെ കോഴിക്കോട് അബ്ദുൽ ഖാദറിനെ കേരള സൈകളാക്കിയ ഒരു ഗാനമുണ്ട്. എങ്ങനെ നീ മറക്കും കുയിലെ, എങ്ങനെ നീ മറക്കും കുയിലെ. എന്തൊരു ദാഹം, എന്തൊരു മോഹം, എന്തൊരു തീരാത്ത ശോകം. ആകാശവും ഭൂമിയും ചേർന്നുള്ള ഒരു വലിയ പ്രണയം സൃഷ്ടിച്ചിട്ടാണ് ഈ ഒരു ഗാനം ഭാസ്കരൻ മാഷ് രചിക്കുന്നത്. എം എൻ കാരശ്ശേരി മാഷിനെ പറ്റി പറയുന്നത്, ജാതിയുടെ പേരില് നമ്മുടെ നാട്ടിലൊരു പാവം പെൺകിടാവിന് മാനഹാനിയും ജീവഹാനിയും പിരിച്ച കൊടും ചതിയിൽ പിറവികൊണ്ടൊരു തീരാത്ത ശോകത്തിൽ തുടർന്നു പോകുന്ന ഒരു കഥയാണ് ഈ ഒരു ഗാനം എന്നാണ് എന്നത്. ഭാസ്കരൻ മാഷിയുടെ ഗാനത്തിലെ കേരളീയത നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗാനമാണ് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്കിള്ളിക്കൂട് പോലൊരു നാലുകാലോലപ്പുരയുണ്ട്. അവിടെ മലയാളിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രകൃതി ബിംബങ്ങളൊക്കെ വരുന്നുണ്ട്. മറ്റൊരു ഗാനം നമുക്കറിയാം, നിണമണിഞ്ഞ കാൽപ്പാടുകളിലൂടെ. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. ആ ഒരു പ്രയോഗം ശ്രദ്ധിക്കുക, മരതകപ്പട്ടുടുത്ത്. വടക്കേന്ത്യയിൽ നിന്നാണ് ആ ഒരു വ്യക്തി പാട്ട് പാടുന്നത്. അദ്ദേഹത്തിന് മാമലകൾക്കപ്പുറത്താണ് കേരളത്തിന്റെ നാട്. മരതകപ്പട്ടുടുത്തതാണ്. മരതകത്തിന്റെ നിറം പച്ചയാണ്. മരതകം അമൂല്യമായ ഒരു രത്നമാണ്. മരതകം എന്ന് പറയുമ്പോൾ മരണത്തെ അതിവർത്തിക്കുന്നതെന്നും കൂടി അർത്ഥമുണ്ട്. ഇപ്പൊ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാകുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ ട്രാവൽ ആൻഡ് ടൂറിസം ബ്രോഷറുകളിൽ എഴുതി വെക്കുന്നതിന് മുമ്പ് തന്നെ അത് എഴുതി വെച്ച ഒരു കവിയാണ് ഭാസ്കരൻ മാഷ്. മരതക പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടിക്കളിക്കുന്ന കാടുണ്ട്. എല്ലായിടവും നിലാവുണ്ടെങ്കിലും കേരളത്തിന്റെ നിലാവിന് ഒരു പ്രത്യേകമായ സൗന്ദര്യമാണ്. അപ്പൊ ആ കാടും തൊടികളും കനകനിലാവാണ്. ആ കനകനിലാവത്ത് ആ കളിക്കുന്ന കളി എന്ന് പറയുമ്പോൾ കൈകൊട്ടിക്കളിയാണ്. കൈകൊട്ടിക്കളി കേരളീയതയുടെ തന്നെ നമ്മുടെ സ്വന്തം കളിയാണ് കൈകൊട്ടിക്കളി എന്ന് പറയുന്നത്. ഇതേ ആവർത്തനങ്ങൾ വരുന്ന, ഇതേ ഇമേജറികൾ വരുന്ന ഗാനങ്ങളും ഉണ്ട് തന്നെ. കിഴക്ക് ദിക്കിലെ ചെന്തങ്ങിൽ കരിക്ക് പൊന്തിയ നേരത്ത് മുരുക്കിൻ്റെയ്യെ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്. ഈ മുറുക്കി തുപ്പുക എന്ന് പറയുന്നതൊക്കെ ആ ഒരു പ്രയോഗത്തെ പാട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്രമാത്രം മനോഹരമാണ്. കിഴക്ക് ദിക്കിലെ ചെന്തങ്ങായിട്ടാണ് സൂര്യൻ ഉദിച്ചു വരുന്നതിനെ കവി പറയുന്നത്. പിന്നെ മറ്റൊരു മാപ്പിളപ്പാട്ട് ശൈലിയിൽ എഴുതിയൊരു ഗാനത്തില് അതിന്റെ ഒരു ഗാനമുണ്ട് തന്നത്. വെളുക്കുമ്പോൾ കുളിക്കാൻ പോകുന്ന നേരത്ത് വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവന്. അത് കേരളത്തിന്റെ ഒരു സാംസ്കാരിക പാരമ്പര്യം കൂടിയാണ്. വെളുക്കുമ്പോൾ കേരളത്തിലെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ എന്നും രാവിലെ കുളിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. കുളി എന്ന് പറയുന്നത് ഭാസ്കരൻ മാഷിന്റെ ഗാനങ്ങൾ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ പല ഭാവത്തിൽ വരുന്നുണ്ട്. അവിടെ വെളുക്കുമ്പോൾ കുളിക്കാനായിട്ട് ആ നായിക പോകുന്നുണ്ട്. പിന്നെ വേറെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനത്തില് മഞ്ചണി പൂനിലാവ് പേരാറ്റിൻ കടവത്ത് മഞ്ഞളരച്ചു വെച്ച് നീരാടുന്നതിനെ പറ്റി വളരെ മനോഹരമായിട്ട് ഭാസ്കരൻ മാഷ് പറയുന്നുണ്ട്.
അതിലെ കേരളീയ ബിംബങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നത്. പാതിര പാലകൾ തൻ വിരലിങ്കൽ പൗർണമി മോതിരമണിയിക്കും മലർമാസത്തിൽ താന്നിയൂർ അമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങം എത്തുമ്പോൾ. അപ്പൊ നമ്മള് സാഹിത്യത്തിൽ ചില പ്രദേശങ്ങളുടെ സൃഷ്ടികളെ പറ്റിയൊക്കെ പറയാറുണ്ട്. ഉദാഹരണത്തിന് MGയുടെ കൂടല്ലൂര്, തകഴി കുട്ടനാടിന്റെ കഥാകാരനാണ്. ഗബ്രിയൽ ഗാർഷ്യ മാർക്കസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം മാക്കൊണ്ട എന്ന് പറയുന്ന ഒരു സാങ്കല്പിക പ്രദേശം സൃഷ്ടിച്ചിട്ടുണ്ട്. RK നാരായണന് മാൽഗുഡി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അതുപോലെ പ്രതിഭാധനനായ ഭാസ്കരൻ മാഷ് നമുക്ക് വേണ്ടി കാവ്യത്തിലൂടെ സൃഷ്ടിച്ച മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് താന്നിയൂർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം MG ചോദിക്കുന്നുണ്ട്, മാഷ് എവിടെയാണ് ഈ താന്നിയൂർ അമ്പലം, ഈ താന്നിയൂർ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? ഭാസ്കര മാഷ് പറയുന്നത്, വാസുവിനും തോന്നിയില്ലേ അത് നിളയുടെ തീരത്ത് എവിടെയോ ആണ് എന്നുള്ളത്? അങ്ങനെ ഒരു സ്ഥലമില്ല. ആ ഒരു സ്ഥലം അദ്ദേഹം സൃഷ്ടിച്ചതാണ്. വേണമെങ്കിൽ MGയുടെ കൂടല്ലൂരും താന്നിക്കുന്നും കൂടെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും അത്രയും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യബിംബം നമുക്ക് ആ ഗാനത്തിലൂടെ വരികയാണ്. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ നീലിയുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെ ഒരു വിവാഹത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു കൊച്ചു പന്തലിൽ ഒരു കൊച്ചു മണ്ഡപം, പുളിയിലെ കരമുണ്ടും കിനാവ് കണ്ടേ. അപ്പൊ അന്ന് പുളിയിലെ കരമുണ്ട് മുണ്ട് കൊടുക്കുക എന്നാണല്ലോ പറയും, പുടവ കൊടുക്കുക എന്നുള്ളത്. ഒരു പുളിയിലെ കരമുണ്ട് കൊടുത്തിട്ടാണ് അദ്ദേഹം അവിടെ ആ കാമുകി തന്റെ ചെറിയ ഒരു വിവാഹ സ്വപ്നത്തെ പറ്റി ഇവിടെ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു പോകാനാണെങ്കിൽ വളരെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭാസ്കരൻ മാഷെ പറ്റി ഒന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് തീരുന്നൊരു കാര്യമല്ല. അദ്ദേഹത്തിന്റെ അസുരവിത്ത് എന്ന് പറയുന്നൊരു സിനിമയില് അദ്ദേഹം എഴുതുന്ന ഒരു കവിതയുണ്ട്. ഒരുപക്ഷെ ഭാസ്കരൻ മാഷുടെ കാവ്യസങ്കല്പങ്ങളെ ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് പറയാവുന്ന ഒന്നായിട്ടാണ് പറയുക. ഞാനിതാ തിരിച്ചെത്തി മത്സഖി പൊയ്പോയർ ഗാനസാമ്രാജ്യത്തിൻ വീഥിയിൽ ഭിക്ഷയ്ക്കായി, വീണ്ടുമെൻ നാദത്തിന്റെ ശക്തിയാൽ ഈ സാമ്രാജ്യം വീണ്ടെടുക്കുവാൻ എനിക്ക് ആശയുണ്ടെന്നാകിലും ഞാനൊരു പരദേശിയായിട്ട് ഈ സ്വർഗത്തിന്റെ കോണിൽ ഒരു അരയാലിൻ ഛായയിൽ ശയിച്ചോട്ടെ. അത്രയേ ഉള്ളൂ. വലിയ ആദർശങ്ങളൊന്നുമില്ല, വലിയ എല്ലാം വെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാനൊരു പരദേശിയായിട്ട് ഈ സ്വർഗത്തിന്റെ കോണില് ഒരു അരയാലിൻ ഛായയിൽ ശയിച്ചോട്ടെ, അത്ര മാത്രമേ ഉള്ളൂ. കഴിവില്ലാഞ്ഞിട്ടല്ല, വേണമെങ്കിൽ എന്റെ നാദത്തിന്റെ ശക്തിയാൽ ഈ സാമ്രാജ്യം വീണ്ടെടുക്കുവാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. എങ്കിലും മത്സഖി ഞാനിതാ വരുന്നു, ഈ വീഥിയിൽ ഭിക്ഷയ്ക്കായിട്ട് വരുന്നു, ഈ ഒരു സ്വർഗത്തിന്റെ കോണില് അരയാലിന്റെ ഛായയിൽ ശയിച്ചോട്ടെ. അത് മാത്രമേ ഉള്ളൂ കവിയുടെ പ്രാർത്ഥന. അപ്പം ആ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ച ഭാസ്കരൻ മാഷുടെ ഈ ഓർമ്മകൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.